സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നീതിമാനും സ്നേഹാനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഈ രണ്ടാമത്തെ സെഷനിൽ കർത്താവേ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തിരുസലിലേക്ക് ഞങ്ങൾ അടുത്ത് വരുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തിന് ആ നന്ദിയുള്ള ഹൃദയം ോടെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തി സ്തുതിക്കുന്ന പൊന്നിതാവേ. കഴിഞ്ഞ ഒരു നിമിഷം കർത്താവ് ഞങ്ങളെ വഴി നടത്തി കർത്താവ് ആദ്യത്തെ സെഷനിലെല്ലാം കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചിരും കർത്താവ് ഇടയാക്കി കൃപയ്ക്ക് ആ സ്തോത്രം. അനേക കുഞ്ഞുങ്ങളുടെ കർത്താവ് പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ല കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അല്ലെങ്കിൽ ആ സ്തോത്രം പ്രത്യേകിച്ച് എക്സാം വഴി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല കർത്താവെ. ദൈവിക സാന്നിധ്യം കൊണ്ട് നിറച്ച് കർത്താവെ, ദൈവിക കരുണ കൊണ്ട് നിറച്ച് കർത്താവെ, നല്ല രീതിയിൽ എഴുതുവാനും കർത്താവ് കൃപ കൊടുത്ത് കർത്താവ് നല്ല റിസൾട്ട് കാണുവാനും കർത്താവെ അങ്ങയുടെ യാക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട എന്റേക്ക് മാറണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്ക് ആ സ്തോത്രം, ഞങ്ങളുടെ എല്ലാ സഹോദരിമാർക്ക് ആ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന തലമുറകൾ വരെ പേരുവരായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്, എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവരും തിരുത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറണമേ. എല്ലാ പ്രിയപ്പെട്ടവരും തിരുത്താൽ മുദ്രയിട്ട് സൂക്ഷിക്കുമാറണമേ. ഞങ്ങൾ രണ്ടാമത്തെ സെഷനിൽ ഞങ്ങളുടെ സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുമാറാണമേ. അല്ലെങ്കിൽ ആ സ്തോത്ര വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സ്തോത്ര അങ്ങയുടെ കുഞ്ഞുങ്ങൾ കർത്താവ് ദൈവിക സാന്നിധ്യം പറഞ്ഞു ചെയ്യുമ്പോൾ കർത്താവെ ഞങ്ങൾ കർത്താവെ ദൈവ ഭയഭക്തിയോടെ കർത്താവ് അങ്ങയുടെ സെൽ പാടി സ്തുതിപ്പാൻ അങ്ങനെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ വചന സന്ദേശം ചെയ്യുമ്പോൾ കർത്താവെ അങ്ങയുടെ സാന്ത്വനം മറുക്രൂശിന്റെ മറവിൽ നിന്ന് വചനം ഘോഷിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ദാസി ബലപ്പെടുത്തുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചവരെ ഇടയാക്കുമാറണമേ. പ്രാർത്ഥിപ്പ് ഞങ്ങളെ ബലപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വിശ്വാസത്തോടെ പ്രത്യാശ കൈവിടാതെ അല്ലെങ്കിൽ ആ സ്തോത്രങ്ങളിൽ മാത്രം ഞങ്ങൾ ആശ്രയിച്ചത് കർത്താവെ. വീണ്ടും ഞങ്ങളുടെ സ്ഥലയിലായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിറപ്പെടുന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടയുന്ന പ്രാർത്ഥിക്കുമ്പോൾ ജാഗരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ജീവിക്കുന്ന ദൈവം അങ്ങ് മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവെ അനേകം ഞങ്ങളുടെ സ്ഥലത്തേക്ക് മുട്ടുമടക്കുവാൻ കർത്താവെ സാഹചര്യങ്ങളെ ഒരുക്കിയെടുത്ത് മാനിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്ഥാനങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിയുടെ എല്ലാ സൗകര്യമാരെയും ആന്റിമാരെയും കർത്താവെ അങ്ങ് വരുത്ത് കുട്ടിയെടുത്ത് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പുനഃനാമത്തെ മഹത്വപ്പെടുവാൻ കർത്താവെ ഇടയാക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം. തിരുസാന്നിധ്യം മാറി ഞങ്ങൾ താണിരിക്കുന്നപ്പ അതിന്റെ ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചിട്ട് ഇടയാക്കുന്നില്ല കർത്താവെ. കൃപയ്ക്ക് ആ സ്തോത്രം വേണ്ടി ഞങ്ങളെ ബലപ്പെടുത്തുമാറണമേ. പ്രാർത്ഥനയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു എല്ലാ അപ്പച്ചന്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മാത്രമുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ എല്ലാ സമയം 4 മണി to 6 മണി നമ്മൾ കൂടി വന്നിരിക്കും. നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ അല്ലെങ്കിൽ ആ സ്തോത്രം ഇന്നത്തെ രണ്ടാമത്തെ സെഷനിലും കർത്താൻ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് എല്ലാവരും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തൊക്കെ ഇടയാക്കണ്ടായി. ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിന് നമ്മുടെ അല്ലെങ്കിൽ ആ സഹോദരൻ നമ്മുടെ റെനിഷിബസിന്റെ അല്ലെങ്കിൽ ആ സഹോദരൻ 2 കുഞ്ഞുങ്ങൾ നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നമുക്ക് ദൈവഭയഭക്തിയോടെ ദൈവത്തെ പാടി സ്തുതിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കുമാറായിട്ട്. നമ്മൾ തിരുസനയിലായിരിക്കുമ്പോൾ എല്ലാം ദൈവം നാമോത്തപ്പെടാൻ ഇടയാക്കുന്ന കൃപയ്ക്ക് ആ സഹോദരം നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ 2 കുഞ്ഞുങ്ങളെയും ഷാനത്തിനെയും അല്ലെങ്കിൽ ആ സഹോദരനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. ശാരദ മോളെ സിസ്റ്റർ പ്രൈസ് ലോർഡ്. കേക്കാം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രകാരം ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. പ്രതിയാൽ പ്രിയ സിസ്റ്ററിനോടുള്ള നന്ദി അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പാട്ട് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സകല മാനവമഹത്വം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഈ 4 മണി സമയത്ത് ഞങ്ങൾക്ക് 2-3 പാട്ട് പാടി ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ വളരെ ശക്തിയോടെ കരങ്ങളെ കൊട്ടി നമുക്ക് പാടാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് ഞങ്ങൾ പാടുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ,
എൻ ഹൃദയത്തെ കവർന്നോരേ. എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോരേ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോരേ, എൻ ഹൃദയത്തെ കവർന്നോരേ. യേശുവേ എൻ ഹൃദയത്തിനുടയോരേ, എൻ ഹൃദയത്തെ കവർന്നോരേ. കണ്ണുകൾ കാണുമേ, കൺകളെ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. കൺകളെ കാണുമേ, കൺകളെ കാണുമേ, എൻ പ്രിയ രക്ഷകനെ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോരേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോരേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തനമിന്നേശുവേ. ആയിരം വാക്കുകൾ മിന്നേശുവേ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോരേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോരേ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോരേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോരേ. Praise the Lord. Hallelujah.
സിസ്റ്റർ എന്തിനാ വിളിച്ചേ? ഹലോ, വീഡിയോ ഓണാക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ ഓണാക്കാനായിരുന്നു. ഓക്കെ. വീഡിയോ ഓണാക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ. ഓക്കെ, ഹലോ, സ്തോത്രം. പ്രൈസ് ലോർഡ്. ഒരു പാട്ടൂടെ പാടട്ടെ? 20 മിനിറ്റ് 25 മിനിറ്റ് ആണല്ലോ പറഞ്ഞിരുന്നേ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും തന്റെ കാന്തയത്ത് സുന്ദരി. ഇതര കൂടാരങ്ങളെ സോളമ തിരശിലകളെ വെല്ലുന്ന ശോഭയുള്ളവൾ. ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും തന്റെ കാന്തയത്ത് സുന്ദരി. ഇതര കൂടാരങ്ങളെ സോളമന്ദിരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശയേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ശാരോനിലെ പനിനിൽപ്പൂ താഴ്വരയിലെ താമര പുഴകൾക്കിടയിൽ വസിക്കും കാന്തയോ. മുടികളെന്തിയ സൈന്യമോ സൂര്യചന്ദ്ര ശോഭവോ മോഹിനിയാൽ കാന്തയെ ചേർപ്പാൻ. ശാരോനിലെ പനിനിൽപ്പൂ താഴ്വരയിലെ താമര പുഴകൾക്കിടയിൽ വസിക്കും കാന്തയോ. മുടികളെന്തിയ സൈന്യമോ സൂര്യചന്ദ്ര ശോഭവോ എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. കണ്ണീരില്ല നാടത്തിൽ ശോകമില്ല വീടതിൽ എന്ന് വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയാൽ പാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്ന് വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയാൽ പാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണാനാശേറുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ
ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. കിണറ കൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെള്ളുന്ന ശോഭയുള്ളവേ എന്തോ വേഗം വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണാൻ ചേരുന്നേ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം ആനന്ദം പ്രഭോ. സ്വർഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം ആനന്ദം പ്രഭോ. കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്ന് വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയാൽ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. കണ്ണീരില്ല നാടതിൽ ശോകമില്ല വീടതിൽ എന്ന് വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാണാനാത്തിയാൽ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. ഓ എന്തോ വേഗം പ്രാണനായക നിന്നെ സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. Praise the Lord. Hallelujah. Praise the Lord, sister. Praise Lord. ഓക്കെ, മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിർത്താം. പാട്ട് തരും. മൊത്തം 20-25 മിനിറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നേ. പാടാങ്കിൽ പാടാം, ഇല്ലെങ്കിൽ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്താം. ഒരു ഹിന്ദി പാട്ട് പാടട്ടെ? ഓക്കെ. രണ്ട് ലൈൻ ഒന്ന് പാടാം. आजा प्रभु मेरे दर्शन दे दो मुझे, तू ही हमारे प्रभु। ओ आजा प्रभु मेरे दर्शन दे दो मुझे, तू ही हमारे प्रभु। ओ आजा प्रभु मेरे। Praise the Lord, sister. സ്തോത്രം. Praise the Lord. പ്രൈസ് ലോർഡ്. അന്ന് മെസ്സേജിന്റെ അനുഗ്രഹത്തോട് പ്രാർത്ഥിച്ച് ഇൻക്ലൂഡ് ചെയ്യാം. എന്തോ? ഹലോ, നമ്മൾ മെസ്സേജ് പറയുന്ന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവാനുഗ്രഹത്തെ മെസ്സേജ് പറയാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആന്റി നിർത്തിക്കാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിച്ച് നിർത്താൻ, മെസ്സേജിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിർത്താൻ. ശരി, ഓക്കെ, പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളേത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, നല്ല 4 മണിശ്രമത്തിനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവിന്റെ സന്നിധിയിൽ ആരാധിപ്പാൻ പാടുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി എല്ലാ ഉപകാരങ്ങൾക്കായി കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ്, രാവിലെ കാലവും ദൈവം ബാധപ്പെടുത്തുന്ന കർത്താവ്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടയിൽ നിൽപ്പാൻ ദൈവം സഹായിച്ചുള്ള കർത്താവ്, അവിടുത്തെ മാറ്റമില്ലാത്ത ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്, പ്രത്യാല് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നിയമിക്കപ്പെട്ട ദേവദാസിയെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തന്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ കർത്താവെ, ഞാൻ
ജീവിതത്തിൽ വലിയ വിടുതലായി അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേ ഹല്ലേലൂയ. ആശയ ദൈവം അതിനായി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇപ്രകാരം ഞങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ ഈ ഗൂഗിൾ മീറ്റ് വഴി ഞങ്ങൾക്ക് എല്ലാവർക്കും കാണുവാനും ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവേ ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവ് സഹായിക്കുന്നവർക്ക് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. പ്രതിയാതി ഹല്ലേലൂയ കണ്ടക്ട് ചെയ്യുന്ന കർത്താവിന്റെ ദാസികായ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഹല്ലേലൂയ പങ്കെടുക്കുന്ന എല്ലാ സഹോദരിമാരെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവദാസിയെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി വിടുതലായി തീരുമാനം കർത്താവ് ദാസിയിലൂടെ കേൾക്കുന്ന ഓരോ വാക്കുകളും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹക്കായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രാർത്ഥനയായി കേടനായ സ്തോത്രം, മറുപടി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു റെന സിസ്റ്ററെ. അനുശോചനമോളെ റെയ്ന സാറാമോളും രണ്ട് മക്കളുമാരോട് ചേർന്നാണ് പാട്ടുകൾ പാടി വർഷിപ്പ് ലീഡ് ചെയ്യാൻ ഇന്നത്തെ പാൽക്കാലം നമ്മുടെ ഒപ്പം ആയിരുന്നത്. തീർച്ചയായിട്ടും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുവാൻ കർത്താവ് കൃപ വന്നല്ലോ. നമുക്കും പ്രത്യാശയുടെ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് പാടുവാനും നമുക്ക് കൃപ വന്ന നല്ല സഹവാസത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന വാഴ്ത്തി സ്തുതിക്കുന്നു. അനേക സ്റ്റേജുകളിലും ഇനി അതിശക്തമായ കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനയിലോർക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളാണല്ലോ നമ്മുടെ ഒപ്പം ഇന്ന് പാൽക്കാലം ആയിരുന്നത്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഓക്കെ, നമുക്ക് തുടർന്നും നമുക്ക് മെസ്സേജ് കേൾക്കാനുള്ള സഹവാസമാണല്ലോ. നമ്മുടെ കഴിഞ്ഞാലിലൊക്കെയും നമ്മോടൊപ്പം മെസ്സേജ് ഒക്കെ പറഞ്ഞതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ആനയുടെ അനുഭവത്തിൽ നിന്നും അതിന് സന്ദേശമൊക്കെ നമ്മോടൊപ്പം പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയ പ്രചോദനം നൽകിയത് തന്നെയായിരുന്നു. തുടർന്നും നമ്മോടൊപ്പം ആയിരിക്കുമ്പോൾ വചനം പറയുമ്പോൾ സാക്ഷ്യങ്ങളൊക്കെ നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കേൾക്കുന്ന നമുക്കും പറയുന്ന ആന്റിയുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീർന്നതൊക്കണം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ ആന്റിയുടെ വചനം പറയുമ്പോൾ ആ ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ ആ വീഡിയോ കൂടെ ഓണാക്കി ഇരിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വചന സന്ദേശത്തിന് വേണ്ടി സൗദി അറേബ്യയിൽ ജോലിച്ചിരിക്കുന്ന സൂസൻ വർഗീസാന്റെ ദൈവനാഥന് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ വൻ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വർഷിപ്പ് ലീഡ് ചെയ്ത സഹോദരിയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആത്മനിറവോടെ പാടി ആരാധിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് പകൽക്കാലം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിന്റെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ബിന്ദു ബെൻസിനോടുള്ള നന്ദി സ്നേഹവും ഹല്ലേലൂയ ആമേൻ ദൈവസന്നിധാനത്തിൽ അറിയിക്കുന്നു. ആ കുടുംബവുമായിട്ട് ആമേൻ ചില വർഷങ്ങളായിട്ട് പരിചയപ്പെടുവാനും ആ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനും കർത്താവ് ഇന്നുവരെയും സഹായിച്ച വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. അതുപോലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദേവദാസിമാര് സഹോദരിമാര് എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് എന്ത് സംസാരിക്കുവാനുണ്ടോ, പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ളത്, ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ളത് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചെയ്തെടുക്കേണ്ടതിനായിട്ട് നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളൊക്കെയാണ്. ഹല്ലേലൂയ ഇവിടത്തെ സമയം എന്ന് പറയുന്നത് 2 മണിയാകാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്ത്യൻ സമയം ഹല്ലേലൂയ 4:30 ആകുന്നല്ലോ. പല ടൈം സോണുകൾ പലയിടത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ പല റൂമുകളിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും നാം നമ്മുടെ അപ്പന്റെ പാദപീഠത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ കൃപബാബ ഷിഗൽ കടകഥന റഹസ്യ. നമുക്ക് എല്ലാവർക്കും അവിടെ അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ഒരു 2 മിനിറ്റ് ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് അന്യഭാഷകളിൽ ഹല്ലേലൂയ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? കൃപബാബ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ ഒരു വലിയ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴുണ്ടല്ലോ ആമേൻ ഹല്ലേലൂയ ദുഷ്ടനാകുന്നവന് അറിയാൻ വയ്യാത്ത ഒരു ഭാഷയാണിത്. ആമേൻ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം അല്ലല്ലേ, എന്നാൽ അന്യഭാഷയിൽ ആമേൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ദൈവവചനം പറയുന്നത് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ ഗ്ലോറി ബാബ ഷിഖ റിബ ബാബ ജലതന റിഖ ലാബോ ദീനോ സിയ റിഗൽ കടകതന റഗ ശബ ബാബ
ഓ ഇന്ന് പകൽക്കാലം വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്ന ആമേൻ ഹല ദൈവസന്നിധിയിൽ ഒരുപടി കൂടി വളരുന്ന ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പകൽക്കാലം ഹാലിൽ ഓരോ വ്യക്തികളോടും ഇടപെടുവാൻ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ളത് സംസാരിപ്പാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കൃപധന രഗധന ഹന്തല ദൂരവര രഗജല ഹസ്തന ദിരക രഗധനെ ഹന്തൽ കടകധന രഗക്ഷപഭാവ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് ഹാലേലൂയ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് മീറ്റിംഗില് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനവും സാക്ഷിയൊക്കെ അല്പമായിട്ടൊക്കെ സംസാരിച്ചതാണ്. എന്നാൽ ഇന്ന് വീണ്ടും ഇങ്ങനെ ഒരു അവസരം തന്ന ദേവദാസിയോടുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഹാലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുറെ തിരക്കെന്ന് പറഞ്ഞ് എന്തായാലും ഒരു ചർച്ച നടത്തുമ്പം അറിയാമല്ലോ അതിൻ്റെതായ തിരക്കുകൾ. ആമേൻ ഹല്ലേലൂയ. അതും പ്രത്യേകിച്ച് സൗദി അറേബ്യയില് ദൈവത്തിന്റെ കൃപയാല് ആമേൻ ഈ 25 വർഷക്കാലം ദൈവം നടത്തി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ കഴിവുകൊണ്ടും മിടുക്കൊണ്ടും പ്രാപ്തി കൊണ്ടും ഒന്നുമല്ല. എന്ന് വെച്ചാൽ ഹല്ലേലൂയ ഒരു തരത്തിലും ശുശ്രൂഷയ്ക്കായിത്തീരുവെന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്തവരെയാ ദൈവം ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച് ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 43 വർഷമായി സൗദി അറേബ്യ വന്നിട്ട് ആമേൻ ഏതെല്ലാം ജോലികളുണ്ടോ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ A to Z എന്ന് വെച്ചാല് ഏറ്റവും താണ ജോലി മുതൽ എഞ്ചിനീയർമാര് മാറ്റി വെക്കുന്ന ജോലി വരെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഒരു ശുശ്രൂഷ മുഖത്ത് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഒരു സാധാരണ വിശ്വാസി ആമേൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ സഭയിലോ അല്ലെ പൊതുവിലോ ഒന്ന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് വെച്ചാൽ പറ്റത്തില്ല. ആമേൻ ഒരു സാധാരണ വിശ്വാസിയായിട്ട് പോവുകയാണ്. ഒരു സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ പറയുന്ന നിമിഷം മുതലെത്തി അവസാനം വരെ കരയും. ഇത്രേ അറിയത്തുള്ളൂ. ഹാലേലു എന്ന് വെച്ചാല് അങ്ങനെ ഹല്ലേലൂയ ഒരു പൊതു യോഗത്തിലോ ആൾക്കാരുടെ മുമ്പിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുൻപോട്ട് വരാത്ത ഒരു വ്യക്തിയെ ഈ ദൈവസഭയുടെ ഈ അൽഖർജിന്റെ പ്രദേശത്ത് ഈ ദൈവസഭ തുടങ്ങി ഇന്ന് വരെയും ശുശ്രൂഷയുടെ മുഖത്ത് നിർത്തുവാൻ ആമേൻ രക്ഷിക്കപ്പെടുത്തുവാൻ സ്നാനപ്പെടുത്തുവാൻ കർത്തൃമേശ നടത്തുവാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവം കൃപ കൊടുത്തത് കൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമാണ്. ഹല്ലേലൂയ ദൈവമാണ് ഈ ആമേൻ തന്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഹല്ലേലൂയ ഇവിടെ ഒരു സഭയ്ക്കകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ രാവിലെ 9:30 മുതൽ രാത്രി 10:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു. എന്ന് വെച്ചാല് കഴിഞ്ഞ ഞായറാഴ്ചത്തെ എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും തിങ്കളാഴ്ച വീടുകളിൽ വേണ്ടിയവർക്ക് പ്രാർത്ഥന വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച വ്യാഴാഴ്ചയൊക്കെ രാത്രിയിൽ ഇവിടുത്തെ 8:30 മണിക്ക് പ്രാർത്ഥന ഇടയോഗങ്ങളുണ്ട്. വെള്ളിയാഴ്ച സഭായോഗം. ഇവിടുത്തെയൊക്കെ സഭായോഗം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ദൈവദാസൻ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വചനം ഒരുങ്ങിക്കൊണ്ട് വന്ന വചനമല്ല പറഞ്ഞത്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വചനം കൊടുത്തു. യോവേൽ പ്രവചനത്തിൽ നിന്നുള്ള വചനം എല്ലാവരും കേട്ടിട്ടുള്ള വചനമാണ്. വെട്ടുക്കിളിയും തുള്ളനും തിന്ന് ശേഷിപ്പിച്ചത് വിട്ടിലും പച്ചപ്പുഴും തിന്ന് കളയുന്ന ഒരു അനുഭവം. വെട്ടുക്കിളിയും പച്ചപ്പുഴും എല്ലാം തിന്ന് ശേഷിപ്പിച്ചിട്ട് അല്പം ഇനി ബാക്കിയുണ്ട്. അത് വിട്ടിലും ഹല്ലേലൂയ തുള്ളൻ പച്ചപ്പുഴും തിന്ന് കളയുന്ന അനുഭവത്തെ കുറിച്ച് അതിന്റെ അവസാനം ഉള്ള വാക്യം എന്ന് പറഞ്ഞാല് അതിന്റെ ബാക്കി എന്തോ നിന്നത് അതിന്റെ കൊമ്പ് പോലും സിംഹവും സിംഹിയും കൂടെ ഉരിഞ്ഞു കളയുന്ന ഒരു ത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇടയോത്തിനൊക്കെ വളരെ കുറച്ചൊക്കെ ആൾക്കാരുള്ളൂ. പക്ഷെ ആ വചന ശുശ്രൂഷ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സകല ജനവും പരിഭ്രാന്തരായി കരയുക. ഹല്ലേലൂയ എന്താണ് ഇനി എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു വിഷയം ഞാൻ വിചാരിച്ചു ഞങ്ങളോടുള്ള ദൂതായിരിക്കും എന്ന് വെച്ചാൽ അത്രമാത്രം പ്രതികൂലത്തിന്റെ നടുവിലൊക്കെയാണ് പല കാര്യങ്ങളിലും മുമ്പോട്ട് പോകുന്നത്. ഞാനും ഇരുന്ന് ആകപ്പാടെ ഭാരത്തോടൊക്കെ ആയിരുന്നു. എന്തായാലും കൊള്ളാം. ആ വചനത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുകയും ആമേൻ സഭയെ ശുദ്ധീകരിക്കുകയും സഭയെ വിളിച്ചുകൂട്ടി. അത് ഞാൻ ഒത്തിരി പറയുന്നില്ല, ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ. ഇന്നലെ രാവിലെ മുതൽ 9:30 തൊട്ട് തുടങ്ങിയ പ്രാർത്ഥന കണ്ടിന്യൂസ്
കണ്ടിന്യൂസ് ആയിട്ട് ഉപവാസത്തോടെ സകല ആബാല വൃത്തം കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഉപവാസത്തോടെ കഴിഞ്ഞ ദിവസത്തെ ആയിരുന്നു 10:30 വരെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് ആൾക്കാർ പോയപ്പം തന്നെ 12 അത് 1 മണി കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോഴ് നാട്ടിൽ നിന്ന് വന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം സത്യം പറഞ്ഞാല് വലിയൊരു ആത്മപകർച്ചയായിരുന്നു. കഴിഞ്ഞ ആ ഞായറാഴ്ച ദൂത് പറഞ്ഞതിന് ശേഷം സഭയ്ക്കകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. ആമേൻ. ഒരു സഹോദരന്റെ വണ്ടി റിയാദിൽ നിന്ന് ഇവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ വരുന്ന ഒരു ബ്രദർ, ആ സഹോദരന്റെ വണ്ടി ഇടിക്കുന്നു. പിന്നെ ഹല്ലേലൂയ, ഒരു കുഞ്ഞ് നാട്ടിലായിരിക്കുന്ന ഒരു സിസ്റ്റർ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന സിസ്റ്ററുടെ മോന് നാട്ടിൽ സ്കൂളിൽ മറിഞ്ഞു വീണ് തല പൊട്ടി സ്റ്റിച്ച് ഇടുന്നു. പിന്നെ ഒരു ഇവിടുത്തെ 4 വയസ്സുള്ള ഒരു മോന്, അവന് ഈ ഹൈപ്പാഡ് ഉണ്ടല്ലോ, നോട്ട് പാഡ് ഹൈപ്പാഡ്, അത് മുകളിൽ വെച്ചിരുന്നത് അവന്റെ കണ്ണിനകത്തോട്ട് തന്നെ വീണു. ബിന്ദു സിസ്റ്റർക്ക് അറിയാം, അലക്സിന്റെ കൊട്ടാരക്കര അലക്സിന്റെ മോന, അവന്റെ കണ്ണിനകത്തോട്ട് വീണ് ആ രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഒരു കുഞ്ഞിനെ നാട്ടിൽ ടൈഫോയിഡ് വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കുന്നു എന്ന് വേണ്ട. ആ ദൂത് വന്നു കഴിഞ്ഞപ്പം മുതൽ പല വിധത്തിലുള്ള വിഷയങ്ങൾ ദൈവസഭയ്ക്കകത്ത് കുടുംബങ്ങളിലെ വ്യക്തിപരമായ ജീവിതങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ദൂത് ഏറ്റെടുത്ത് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങൾ ഉപവസിപ്പാനായിട്ട് ഇടയായി. അങ്ങനെ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാൽ അനർത്ഥമൊന്നും വ്യസനഹേതുവാകാതെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവം സൗഖ്യം കൊടുത്ത് ഭവനങ്ങളിലായിരിക്കാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ ഒരു കരുണയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ഒക്കെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഒരു പ്രയാസം അല്ലെ ഒരു പ്രശ്നം, ഒരു പ്രതികൂലം കടന്നു വരുന്നതിന് മുമ്പേ നമ്മുടെ ദൈവദാസന്മാരെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ സഭയിലെ ഏതെങ്കിലും ഹല്ലേലൂയ വിശ്വാസികളിൽ കൂടെ ആയിരിക്കാം, ദർശനത്തിൽ കൂടെ, വെളിപ്പാടുകളിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ ശബ്ദം കേൾപ്പിക്കുമ്പോഴുണ്ടല്ലോ, ആമേൻ, ഹല്ലേലൂയ, ആ വചനം അല്ലെങ്കിൽ ആ ദൂത് ഏറ്റെടുക്കുമ്പോഴാ വിടുതല്. ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ അതിനെ എന്നോടല്ല, അത് അവർക്കിട്ട് കൊടുത്തത്, ഇവർക്കിട്ട് വെട്ടിയത്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ലഭിക്കേണ്ട വിടുതലുകൾ നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് നമ്മളോട് പറയുന്നോ അത് നമ്മൾ ചെയ്യാൻ കടപ്പെട്ടവരാണ്. നാം ദൈവസന്നിധാനത്തിൽ ഇറങ്ങിത്തിരിച്ചത് കർത്താവ് എന്ത് പറയുന്നു അതനുസരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ആമേൻ. പ്രിയമുള്ളവരെ, അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ഒരു നോൺ സ്റ്റോപ്പ് പ്രെയർ 24 മണിക്കൂറും 1 മിനിറ്റ് ഗ്യാപ്പ് ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കും ഒക്ടോബർ 1 മുതൽ. ഹല്ലേലൂയ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ, ഇന്ത്യ, കേരളം, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഓരോ മണിക്കൂർ ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ എല്ലാ ദിവസങ്ങളും എടുക്കുന്നവർ കാണും. ഇങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? ആരുടെയും വ്യക്തിപരമായ ഒരു പേരിനോ പദവിക്കോ വേണ്ടിയല്ല, രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി. ഇന്നത്തെ ആമേൻ ദൈവദാസന്മാർ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിൽ നമ്മളും അവരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയാൻ വന്നത്, ഈ സൗദി അറേബ്യയിൽ നിന്ന് മാത്രം ആരും ഒരു സ്ലോട്ട് എടുക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ദൈവദാസന്മാരെല്ലാം ജോലിയോടുള്ള ബന്ധത്തില് തിരക്കുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിന്റെ നടുവിൽ 1 മണിക്കൂർ മുൻപോട്ട് വന്ന് ഒരു സ്ലോട്ട് എടുക്കാൻ ഇടയായില്ല എന്നുള്ള ഒരു വേദനാജനകമായ വാർത്ത ഈ നേതൃത്വത്തിൽ നിന്ന്, ഈ പ്രയർ കോർഡിനേറ്റ് ചെയ്യുന്ന ആ ദൈവദാസൻ തകർന്ന ഹൃദയത്തോട് പറഞ്ഞത്, നാട്ടിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചറിയിച്ചു. അപ്പോൾ എനിക്കും അത് വളരെ വേദന തോന്നി. ഒരു സ്ലോട്ട് എടുത്ത് 1 മണിക്കൂർ ഒരു കൂട്ടം ജനത്തെ കൂട്ടി ഇതൊന്നും നടത്താൻ ഇത്രയും ദൈവദാസന്മാരുള്ള ഈ സൗദി അറേബ്യയിൽ ആരും ഒന്നും മുന്നോട്ട് വന്നില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എന്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു വലിയ ഭാരം ദൈവം തന്നു. ആമേൻ. ദൈവത്തിന്റെ വചനവും എനിക്ക് തന്നു. ന്യായാധിപന്മാർ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു ദബോറ, ഹല്ലേലൂയ, ബാരാക്ക് പറയുന്നുണ്ട്, നീയും എന്നോടുകൂടെ വരണം. അപ്പോൾ ഹല്ലേലൂയ, ദബോറ, ഹല്ലേലൂയ, ആ മുൻപോട്ട് വന്ന ആ വിഷയം എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നു. ആമേൻ. ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്ലോട്ട് എടുത്ത് ആ മീറ്റിംഗ് നടത്താനായിട്ട് ഇടയായി. 10-80 പേര് ഹല്ലേലൂയ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടുവാൻ തക്കോണം. ആമേൻ. ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരമായിരുന്നു. ആ
ഭാരം ഇന്ന് മാറും. പ്രിയമുള്ളവരെ, നമ്മളിപ്പോ വലിയ കഴിവോ പ്രാപ്തി, ഞാൻ എന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഹാലേലൂയ, ഒരു മനുഷ്യരുടെ മുമ്പാകെ നിന്ന് നല്ലതായിട്ടൊന്നും സംസാരിക്കത്തില്ലായിരുന്നു എന്റെ ചെറുപ്പകാലങ്ങളില്. ആമേനെ, എന്ന് ഞാൻ ഹാലേലൂയ വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്നറിയാമോ? എന്ന് വെച്ചാൽ എന്റെ മേലൊരു അഭിഷേകം വീണത് എന്നാണോ അന്ന് മുതലാണ് എന്റെ നാവ് തുറക്കാൻ തുടങ്ങി. നാവ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്തോളം നല്ല എന്റെ അർത്ഥം. എന്റെ മാതാപിതാക്കൾ, എന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈലന്റ് അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാ. എന്റെ പപ്പ ഒരു MES ഓഫീസറായിട്ട് റിട്ടയർഡ് ചെയ്ത വ്യക്തിയാ. ഞങ്ങൾ ക്വാർട്ടേഴ്സിലൊക്കെ വളർന്ന് അങ്ങനെ പോയപ്പോൾ അത്ര വലിയ ഒത്തിരി സംസാരങ്ങൾ പൊതു രംഗത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്ന എന്നെ എന്റെ അമ്മ കുടുംബത്തില്, ഞാൻ സാക്ഷിയൊക്കെ പറഞ്ഞ വചനത്തിൽ നിന്ന് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഹാലേലൂയ ഇത് പറയുന്നത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ വ്യക്തി ജീവിതങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയുകയാണ്. ആമേൻ. ഏകരായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയ ദൈവത്തിന്റെ മക്കൾ അനുഭവിക്കുന്ന കഷ്ടങ്ങള്, ഭാരങ്ങള്, മാനസിക വേദനകള്, ഹല്ലേലൂയ, എന്നാൽ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും. എന്റെ അമ്മ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർത്തഡോക്സിന്റെ വലിയ പാരമ്പര്യമുള്ള കുടുംബമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. പോളച്ചിറക്കൽ കുടുംബം, മാമുട്ടി കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അമ്മ കുടുംബത്തിലെ മാവേലിക്കരയിലുള്ള കുടുംബങ്ങളാണ്. ഇതെല്ലാം പരുമലപ്പള്ളിയിലും പരുമല കബറിങ്കിലും പോയി കിടക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഇതിന്റെ നടുവിൽ നിന്ന്, എന്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവ് എന്നെ ഏകയായിട്ട്, അതായത് ഒരു പെന്തക്കോസ്തുകാരെന്നറിയത്തില്ല, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എന്തെന്നറിയത്തില്ല, ഒരു പാസ്റ്റർമാരുമായിട്ട് ഒരു പരിചയമില്ല. ഞാൻ മർത്തോമായിലായിരിക്കുമ്പോൾ മർത്തോമയിലെ സൺഡേ സ്കൂൾ പഠിപ്പിക്കും, യൂത്തിന്റെ ഇടയില്, ആമേൻ, ഹല്ലേലൂയ, ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കും. അങ്ങനെയുള്ള ഒരു മർത്തോമക്കാരിയായിട്ട് അവിടെ നിന്ന് എങ്ങോട്ടും പോകത്തില്ല. അതിനകത്ത് തന്നെ ആയിരിക്കും എന്റെ ജീവിതം അവസാനം വരെ എന്ന് തന്നെ തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഹല്ലേലൂയ, എനിക്ക് ഒരു കൂട്ടായ്മയിൽ, അതും മർത്തോമയിലെ ഒരു കൂട്ടായ്മയിൽ തന്നെ, ഈ സൺഡേ സ്കൂളും VBS ഒക്കെ കഴിഞ്ഞ് ഒരു കൂട്ടം ജനം ഇരുന്നിട്ട്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു എന്നറിയത്തില്ല, അങ്ങനെ അവിടെ വെച്ച് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയുകയും അത് ആഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് ഭവനത്തിൽ ഇരുന്നപ്പോൾ എന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങളും ആരും ഭവനത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മേൽ പകർന്ന ഒരു അഭിഷേകം, അന്യഭാഷയാണ് ദൈവം ഇന്നും നിർത്തക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും വന്ന് കൈവച്ചെങ്കിലേ അഭിഷേകം പ്രാപിക്കത്തുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ടു പറഞ്ഞു പറയുന്ന ഭാഷയല്ല. ഹല്ലേലൂയ. ആമേൻ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. സാന്ധ്യകാലത്ത് സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവത്തിന്റെ വചനമായതുകൊണ്ട്, ആമേൻ, എനിക്കും ഇത് വേണം കർത്താവ്. ആമേൻ. ഈ അന്യഭാഷ ആദ്യമായിട്ട് ഞാൻ ഒരു അമ്മ ഇരുന്ന് പറയുമ്പോൾ, കർത്താവേ, എനിക്കിതൊന്നും ഇല്ലല്ലോ, ആമേൻ, എനിക്കും കൂടി ഇത് തരണമേ എന്ന് പറഞ്ഞ് ഏകയായിട്ടിരുന്ന് പ്രാർത്ഥിച്ച സമയത്താണ് ഈ അന്യഭാഷ അഭിഷേകത്തോട് അന്ന് മുതൽ എന്റെ നാവ് വാ തുറക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ പിന്നെ പറയുന്നത് ഹാലിലെ ആത്മാവിന്റെ ഒരു നിയോഗത്താൽ ഒഴുക്കോടെ, ആമേൻ, എന്റെ ഭവനത്തുള്ള എന്റെ പപ്പായുടെ പെങ്ങന്മാരുടെ മക്കളൊക്കെ, അവരൊക്കെ BEdകാരും MEdകാരും എല്ലാം ടീച്ചേഴ്സും, എന്റെ അമ്മ കുടുംബത്തിലുള്ളവരെല്ലാവരും ഹല്ലേലൂയ, ആമേൻ, എല്ലാ സഹോദരന്മാരും, എന്റെ അനിയത്തിമാര് കുവൈറ്റിലെ ദുബായിലെ ജോലി ചെയ്യുന്നവരാ. എന്നാൽ അതിലേക്ക് ഏറ്റവും സീറോയാ ഞാൻ. ആമേൻ. ഒന്നിനും കഴിവില്ലാത്ത, ഒരു കാര്യത്തിനും ബുദ്ധിയോ, ആമേൻ, പഠിപ്പോ, മെഡിക്കൽ പരമായോ സയൻസ് പരമായോ, ആമേൻ, ലോകപ്രകാരം ഒരു കാര്യത്തിനും ഒരു കഴിവുമില്ലാത്ത, ഞാൻ അവരോട് പറയും, ഞാൻ എന്റെ ആങ്ങളയുടെ മോനോട് പറയും, ഹല്ലേലൂയ, അവർക്കൊക്കെ ഈ ഗ്രൂപ്പിനകത്ത് MBA പഠിത്തമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ഇംഗ്ലീഷിലൊക്കെ മെസ്സേജ് വിടുമ്പോ, മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ 2 വാക്ക് അങ്ങനെ പറയും. ഞാൻ ഈ മെസ്സേജ് വിടാനൊന്നും, ഞാൻ പറയും, എല്ലാവരും വിടുന്ന പോലെ ഇംഗ്ലീഷിലൊന്ന് മെസ്സേജ് വിടാനൊന്നും എനിക്കറിയത്തില്ല, ഞാൻ വെറും സീറോയാ. അന്നേരം ആ കുഞ്ഞ് പറയുക, അങ്ങനെ ആന്റി സീറോയാണേലും ക്രിസ്തുവിൽ ഒരു ഹീറോയാണല്ലോ. അവൻ എവിടുന്ന് കിട്ടി ആ വെളിപ്പാട്? ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, മറ്റുള്ളവർ നിന്നെ നിന്ദിക്കുന്നുണ്ടായിരിക്കാം, പരിഹസിക്കുന്നുണ്ടായിരിക്കാം, ഹല്ലേലൂയ, നിന്നെ വിടക്കണ്ണ എന്ന് എണ്ണുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിച്ചോ, ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തനാണ്.
ഹല്ലേലൂയ. അതെന്റെ അനുഭവത്തിൽ തന്നെ പറയുകയാണ്. നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ആമേൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുഴുവൻ മഹത്വം ദൈവത്തിന് ലഭിക്കണമെങ്കിൽ ആമേൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ മുഴുവൻ മഹത്വം ദൈവത്തിന് ചെല്ലുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്റെ കഴിവുകൊണ്ട്, എന്റെ പഠിപ്പ് കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട് ആമേൻ ഇച്ചിരി നമുക്ക് എന്തെങ്കിലും ഹല്ലേലൂയ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്റെ അമ്മ കുടുംബത്തിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ ഈ വിഷയത്തിൽ ഹല്ലേലൂയ എന്നെ വഴക്ക് പറയുകയും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിപ്പോകരുത്, പെന്തക്കോസ്തുകാരികളുടെ കൂട്ടത്തിലായി പോകരുത്, പരിശുദ്ധാത്മാവെന്നും പറഞ്ഞ് കുറെ കള്ളികൾ നടപ്പുണ്ട്. അത് ഇന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ അങ്ങ് എടുത്തു പറയുന്നതേ ഉള്ളൂ. ഞാൻ അതിന്റെ ആ സാക്ഷ്യത്തിന്റെ സീരിയസ്നെസ് അത്രമാത്രമാണ്. അങ്ങനെ എന്റെ അമ്മ കുടുംബത്തിലെ എന്റെ ഒരു കസിൻ ബ്രദർ, അതായത് അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ പരിമല കബറിങ്കൽ എല്ലാ ആഴ്ചയിലും പോയി കിടക്കും. അവിടുന്ന് പോകുന്നത് പിന്നെ അടുത്തത് പോകുന്നത് എവിടോട്ടാന്നറിയാമോ? മാവേലിക്കര മെച്ചൽ ജംഗ്ഷനിൽ കൂട്ടുകാർ കൂടി എന്തോ അടുത്ത് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നോട് എതിർത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന് അപമാനം വരുത്തുവാൻ വീട്ടിന് വെളിയിൽ പ്രാർത്ഥനിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയേക്കരുതെന്ന്. ഹല്ലേലൂയ. ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ പ്രിയമുള്ളവരെ, ആ വ്യക്തിയെ ഉണ്ടല്ലോ കർത്താവ് അങ്ങ് തൊട്ടു, കർത്താവ് ആകർഷിച്ചെടുത്തു. പുള്ളി അന്ന് മസ്കറ്റിലായിരുന്നു. എങ്ങനോ ആരോ നിർബന്ധിച്ചത് നിമിത്തം ഒറ്റ കൂട്ടായ്മയ്ക്ക് മസ്കറ്റ് വെച്ച് പോയതേ ഉള്ളൂ. അടുത്ത ആഴ്ചയിലും പുള്ളി പോകാനിടയായി. ചുരുക്കം പറഞ്ഞ ഇന്ന് ആ വ്യക്തി അമേരിക്കയിൽ അരിസോണ ചർച്ചിന്റെ 30 വർഷം കൊണ്ടുള്ള ഒരു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വന്ന വഴികളെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ എത്ര ഭയങ്കരമാ. ഇത്ര ആമേൻ എതിർപ്പോടെ സംസാരിച്ച വ്യക്തി ആമേൻ എന്നെയും പലപ്പോഴും പരുമലപ്പള്ളി പോകാനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഹാലെ നീ വലിയ ഭക്തിക്കാരി, നിനക്ക് ഇവിടൊക്കെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ലയോ? പക്ഷേ ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെട്ടത് ഞാൻ ആ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ചു. ഹാലെ അദ്ദേഹത്തോട് സംസാരിച്ചു. എന്തായാലും കൊള്ളാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ തെരഞ്ഞെടുത്തു. ആമേൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ദൈവദാസനായിട്ടുണ്ട്. പവർ വിഷൻ ടിവിയിലെ ആമേൻ മുഴുരാത്രി പ്രാർത്ഥനയ്ക്കൊക്കെ തന്നെ ഹല്ലേലൂയ ആമേൻ ദൈവദാസന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. പാസ്റ്റർ റോയ് ചെറിയാൻ എന്ന പേര്. ആമേൻ അദ്ദേഹത്തിന് ഇന്ന് മിസ്പ മിനിസ്ട്രി, റീമ ബൈബിൾ കോളേജ്, ഈ പാലക്കാട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇന്നത്തെ സംഭവമല്ല. ഞാൻ വന്നിട്ട് തന്നെ 35 വർഷത്തിന് മേലായി. അദ്ദേഹം 25 വർഷം മുമ്പ് ദൈവം കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അമേരിക്കയിലായിരിക്കുമ്പോൾ തന്നെ ആഫ്രിക്കയെ പോലും തനിക്ക് സഭ ആമേൻ ദൈവം കൊടുത്തു. ഇന്ന് അമേരിക്കയിൽ നിന്ന് ഇടയ്ക്കുള്ള സമയം ആഫ്രിക്കയിൽ പോകും, അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. അപ്പം പ്രിയമുള്ളവരെ നോർത്തെ, അതിന്റെ മുമ്പിൽ ഇപ്പൊ ഞാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. എന്റെ അന്യഭാഷയെ കുറ്റം പറഞ്ഞ വ്യക്തി ഞാൻ പറയുന്നതിനേക്കാൾ അധികമായി ഇന്ന് പറയുന്നത്. ആമേൻ ഞാൻ പ്രവർത്തിക്കുന്നതിനേക്കാൾ 100 മടങ്ങാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നത് ഹല്ലേലൂയ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അത് മടങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന ആമേൻ ആരെങ്കിലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്ക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇത്രയും ഹല്ലേലൂയ എന്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയാണ്. പിന്നെ ഈ സൗദി അറേബ്യ ഞാൻ വന്ന കാര്യവും ഹല്ലേലൂയ, ഇവിടെ ഇങ്ങനെ കൂട്ടായ്മ ആരംഭിച്ച കാര്യമൊക്കെ ഹല്ലേലൂയ ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുന്ന ഉടനെ ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാന ഒരു ഭാഗമാണല്ലോ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആമേ ഈ വചനമാണല്ലോ നമ്മളെ ജീവിപ്പിക്കുന്നത്. ഈ വചനമാണല്ലോ ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. നാം കലങ്ങി മറിഞ്ഞ് ഹൃദയത്തിൽ ഭാരത്തോടെ ഒരു കൂട്ടായ്മയിൽ, ഒരു പ്രാർത്ഥനയിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പാട്ടിൽ കൂടി പറയുന്ന ഒരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ദൈവദാസിമാരിൽ കൂടെ, ദൈവദാസന്മാരിൽ കൂടെ പറയുന്ന എന്തെങ്കിലും ഒരു വാക്കായിരിക്കാം ചില ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തുന്നത്. ആമേൻ. തളർന്നിരിക്കുന്നവരെ ഹല്ലേലൂയ വാക്കുകൾ
കൊണ്ട് താങ്ങേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ശിഷ്യന്മാരുടെ നാവിനെ തന്നിരിക്കുന്നു എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് തന്നിരിക്കുന്ന നാവ് മറ്റുള്ളവരുടെ കുറ്റം പറയാനോ കുറവ് പറയാനോ അതും ഇത് പറഞ്ഞ് സമയം കളയാനോ ഉള്ളതല്ല. നമ്മുടെ നാവ് കൊണ്ട് ഹല്ലേലൂയ ഒരു വ്യക്തിയെ, തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് താങ്ങുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലുത്. പ്രിയമുള്ളവരെ, നമ്മൾ ഏതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഈ ലോകപ്രകാരമുള്ള ഒത്തിരി കാര്യങ്ങളൊന്നും സംസാരിച്ചിരിക്കുന്നതിലോ അല്ലെങ്കിൽ കുറെ സമയങ്ങൾ അതിന് വേസ്റ്റ് ആക്കി കളയുന്ന ഒരു താല്പര്യവുമില്ല. എന്തിന് എന്റെ ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ട ഒരു കമ്പനി നടത്തുന്ന ആളാണ്. ഹല്ലേലൂയ അവിടെ പല കാര്യങ്ങളുണ്ട്, പല വിഷയങ്ങളുണ്ട്. ഒരു വിഷയം ഞാൻ ബിസിനസ് എങ്ങനെ നടക്കുന്നു, എന്തുവാണ്, ഏതാണ്, എത്ര കിട്ടി, എത്ര ഇതൊന്നും എനിക്ക് വിഷയം വല്ല. ഹല്ലേലൂയ. വണ്ടിയോ കാറോ വീടോ, പ്രിയമുള്ളവർ, ഇതെല്ലാം ഇവിടം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും, ഇവിടം കൊണ്ട് നശിച്ചു പോകുന്നതാണ്. ഞാൻ ഇറങ്ങിത്തിരിച്ച നാള് മുതൽ എനിക്ക് വലിയ ആത്മഭാരമാണ്. കർത്തൃദാസന്മാര് കഷ്ടത അനുഭവിക്കുന്നത്, വേദന അനുഭവിക്കുന്നത്. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുകയല്ല. എന്റെ കരങ്ങളിൽ എന്ത് കിട്ടിയോ, എവിടെ നിന്ന് എന്ത് കിട്ടിയോ, അത് കർത്താവിന്റെ വേല ചെയ്യുന്ന ദാസന്മാരുടെയോ ദാസിമാരുടെയോ അവരുടെ കഷ്ടതകളിൽ അവരുടെ കൈകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഹൃദയം സന്തോഷിക്കും. എനിക്ക് അത് മാത്രമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾക്കറിയാമോ, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയില്ല. ഈ 25 വർഷമായി ഈ രാജ്യത്ത് വന്നിട്ട് പലരും എന്നോട് ചോദിക്കും, ആന്റി അല്ലാതെ ഈ രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങാത്ത ആരുമില്ല. ഹല്ലേലൂയ. ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. കാണുന്ന മാളും കാണുന്ന സൂപ്പർ മാർക്കറ്റും കാണുന്ന ഹല്ലേലൂയ പല വിധത്തിലുള്ള കാര്യങ്ങൾ സൗദി അറേബ്യ പല ഇടത്തും കാണും. ഞാൻ ഷോപ്പിങ്ങിന് നമ്മുടെ വീട്ടാവശ്യത്തിന് എന്തായാലും സാധനങ്ങൾ എന്തായാലും വേണമല്ലോ. അതിനു വേണ്ടിയൊക്കെ വല്ലപ്പോഴും ഇറങ്ങുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു ഷോപ്പിങ്ങും ദൈവമേ ഷോപ്പിങ്ങും പോകുവാൻ ഇടയാകരുത്. ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യങ്ങള് നമ്മുടെ ഷോപ്പിങ്ങിൽ പോലും ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഓരോരുത്തർക്ക് ഹല്ലേലൂയ കൈ നിറയെ പൈസ കിട്ടി കഴിയുമ്പോൾ ഏതെല്ലാം ആഡംബര വസ്തുക്കൾ, ഏതെല്ലാം ആർഭാട വസ്തുക്കള്, ആ സ്ഥലത്ത് പോയി അവിടെ പോയി കറങ്ങുന്നു, ഇവിടെ പോയി കറങ്ങുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവിന്റെ ദാസന്മാര് അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ, അവർക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ അവരെ വളർത്തുവാൻ കഴിയാതെ, ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ, നല്ല ഡ്രസ്സ് ഇടിപ്പിക്കാൻ കഴിയാതെ, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ വളരെ ആർഭാട ജീവിതത്തിൽ പോകുമ്പോൾ ഒരു സാധാരണ രീതി പോലും പോകുവാൻ കഴിയാതെ, ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം എങ്ങനെ നമ്മുടേതായ ആർഭാടത്തിലോ ആഡംബരത്തിലോ ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് നടത്തി എങ്ങനെയാണ് നാം മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടാൻ പറ്റത്തില്ല. അത് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഹല്ലേലൂയ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ, ഒരു അനുഭവം പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ അന്ന് പറഞ്ഞു ഇല്ലെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഈ പല ഇടങ്ങളിൽ സൂമിലൊക്കെ സംസാരിക്കുന്നുണ്ട്, എവിടെ എന്തോ പറയുന്നതെന്ന് അത്ര ഓർമ്മയില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണെങ്കിൽ ബിന്ദു സിസ്റ്റർ ഒന്ന് കൈപൊക്കി വെക്കണം. ഞാനിവിടെ വന്നപ്പോൾ ഈ ഫ്ലാറ്റ് എടുക്കുമ്പോൾ, ഒരു ചെറിയ ഫ്ലാറ്റ്, ഈ ഫ്ലാറ്റ് എടുത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ വാടക കൊടുക്കാനായിട്ടില്ല. ഇതിന്റെ വാടക കൊടുക്കാനില്ലാതെ അതിന്റെ സമയമായപ്പോൾ ഇതിന്റെ ഓണർ വന്നു, സൗദി വന്ന് വെളിയിൽ നിന്ന് വിളിച്ചു. അത് ഇറങ്ങിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അടുത്ത ആഴ്ച തരാം ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിന് കൊടുക്കാനില്ല. അത് കഴിഞ്ഞിട്ട് 2 ഡേറ്റ് ഇവിടെ പറഞ്ഞു, ആ ഡേറ്റിനും കൊടുക്കാനില്ല. ഇവിടെ ഈ റൂമിനകത്ത് ഹല്ലേലൂയ അന്ന് ചെറിയ തോതിൽ ആരാധന ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ കുറച്ചു പേരുമായിട്ടുള്ള ഈ റൂമിനകത്ത്, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ റൂമിനകത്ത്, പിന്നാണ് ഇത് വിശാലമാക്കിയത്. 2 റൂമൊക്കെ പൊട്ടിച്ച് ഇത് വളരെ മനോഹരമാക്കിയത് അതിന് ശേഷമാണ്. അന്ന് വാടക കൊടുക്കാനില്ലാതെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ട് ഈ സൗദി പോയി. അടുത്ത വ്യാഴാഴ്ച വരുമ്പോ വാടക തന്നില്ലേ, നിങ്ങളെ ഇവിടെ ഇറക്കി വിടും ഉറപ്പാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് ഇരുന്നോണ്ട് ദൈവദാസൻ പറഞ്ഞു, എന്തോ ചെയ്യും, എവിടോട്ട് പോകും? സൗദി അറേബ്യ
ബന്ധക്കാരോ സ്വന്തക്കാരോ ഉണ്ടോ? ആരെവിടോട്ട് കയറ്റും? ഇറക്കി വിട്ടാൽ എവിടോട്ട് പോകും? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഉടനെ ഇദ്ദേഹം എഴുതി വെച്ച ഒരു പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു, ദശാംശം കൊടുക്കാനുള്ളതിന്റെ ലിസ്റ്റാ എഴുതി വെച്ചേക്കുന്നത്, കൊടുക്കാൻ പറ്റുന്നില്ല. സാമ്പത്തിക സ്ഥിതി, ഞാൻ വന്ന സമയത്തെ കാര്യം പറയുകയാണ്, സാമ്പത്തിക സ്ഥിതി അത്രത്തോളം മോശമായത് കൊണ്ട് ആമേൻ ഇത് എഴുതി വെക്കുകയല്ല, എന്നെങ്കിലും കൊടുക്കാവുന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എഴുതി വെക്കുകയാണ്. ദശാംശം ഓരോ സമയത്ത് എഴുതി വെച്ചു. ചുരുക്കം ഞാൻ പറയട്ടെ, അന്ന് കയ്യിലുണ്ടായിരുന്ന ഹല്ലേലൂയ 2500 റിയാല്, 2000 റിയാലൂടെ വേണം അന്ന് ഈ വാടക കൊടുക്കണമെങ്കിൽ. എന്നാൽ 2000 റിയാലും കൂടെ ഇല്ലാത്ത, 25 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് 2500 റിയാല് കയ്യിലിരിക്കുന്ന ഉടനെ 2000 റിയാലൂടെ ഉണ്ടെങ്കിലേ വാടക കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഞാൻ എടുത്ത വായിലെ പറഞ്ഞു, എന്തായാലും സൗദി വരുമ്പോൾ പൈസ കൊടുക്കാൻ, വാടക കൊടുക്കാൻ എന്തായാലും പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, എഴുതി വെച്ചിരിക്കുന്ന ദശാംശം ഉണ്ടല്ലോ, ആമേൻ ഹല്ലേലൂയ, അതിൽ കൂടുതലാ ഈ 2500 എന്ന് പറയുന്നത്. ആ 2500 റിയാൽ ഏതാണ്ട് 50,000 രൂപയ്ക്കപ്പുറം ഹല്ലേലൂയ അനേക ദൈവദാസന്മാർക്ക് അയച്ചു കൊടുക്കാനായിട്ട് ദൈവം ഇടയായി. കൊടുത്തത് കൊണ്ട് പറയുമല്ല പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ്. ആമേൻ. പ്രസംഗം കൊണ്ട് കണ്ണിക്കാം, ഹല്ലേലൂയ, ആമേൻ. പാട്ടിനെ പാട്ടുകൊണ്ട് കണ്ണിക്കാം, എന്നാൽ ഒരു വ്യക്തിയുടെ അനുഭവത്തെ കണ്ണിക്കുവാനായിട്ട് ആർക്കും കഴിയത്തില്ല. ആമേൻ. ആ 2500 റിയാലും നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ അന്ന് ആരെയൊക്കെ അറിയാമായിരുന്നോ ആവശ്യങ്ങളിൽ ഇരുന്ന ദൈവദാസന്മാരുടെ അടുക്കിലേക്ക് അയച്ചു കൊടുക്കുവാനായിട്ടിടയെ അന്നത്തെ ആ ഒരു അംശം അയച്ചു കൊടുത്ത ഒരു ദൈവദാസൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പുറത്തിറങ്ങാൻ കഴിയാതെ ഭാരത്തോടെ ആയിരുന്ന ഒരു ദൈവദാസനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കൊണ്ട് അന്ന് അത് ചെയ്യിപ്പിച്ചു. വ്യാഴാഴ്ച ആയപ്പോ സൗദി വന്നില്ല. ആ വ്യാഴാഴ്ച വന്നില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ടും വന്നില്ല, 1 മാസം കഴിഞ്ഞിട്ടും ആ സൗദി വന്നില്ല. ഹല്ലേലൂയ. അവസാനം ഇവിടുത്തെ ദൈവദാസന്റെ കരങ്ങളിൽ ഈ വാടക കൊടുക്കാനുള്ള തുക ജോലി സ്ഥലത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞ് ആ വാടക കൊണ്ട് ബാങ്കിൽ അടച്ചിട്ട് ഇവിടെ വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ ആ സൗദി വന്നു. ഹല്ലേലൂയ. ആ സൗദി വന്ന് ദേഷ്യപ്പെട്ട ഇങ്ങോട്ട് ഇറങ്ങി. അവൻ അറിയുന്നില്ല ബാങ്കിൽ കൊണ്ട് വാടക അടച്ച വിവരം. ആമേൻ. ഹല്ലേലൂയ. ആ സൗദി ചോദിച്ചു, എവിടെ വാടക എന്തിയെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാ വന്നത്. പക്ഷേ പോക്കറ്റിൽ വെച്ചിരുന്ന ആ റെസിപ്റ്റ് എടുത്ത് കാണിച്ചു, ദേണ്ട വാടക അടച്ചത്. സൗദി ദൈവം എവിടെ പറഞ്ഞയച്ചെന്നറിയാമോ? 1 മാസത്തേക്ക് മസറിലേക്ക് പറഞ്ഞയച്ചു. എന്ന് വെച്ചാൽ മിസ്രൈമിലൊക്കെ പോകാറുണ്ട് ഈ സൗദികൾ. ചൂട് സമയത്ത് ചൂടിന്റെ കാഠിന്യം കൊണ്ട് മിസ്രൈമിലേക്കൊക്കെ പോകാറുണ്ട്. ഹല്ലേലൂയ. അവിടേക്ക് ദൈവം പറഞ്ഞയച്ച് എന്ന് ആമേൻ ഈ വാടക കൊടുത്തു. അതിനുശേഷമാണ് ദൈവം ആ സൗദിയെ ഇവിടെ വരുത്തിയത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ കൂടെ പറയുവാനുള്ളത് ഉത്സാഹം എന്ന വിഷയത്തെ കുറിച്ചാണ്. ഈ നാളുകളിൽ നമ്മൾ എത്രത്തോളം ഉത്സാഹമുള്ളവരായിരിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായിരിക്കുന്നുണ്ടോ? ആരാധിക്കുന്നതിൽ, സഭായോഗത്തിലെ, സഭയിലെ കൂട്ടായ്മകളിലെ, അല്ലെങ്കിൽ ഭവന പ്രാർത്ഥനകളിലെ, ആമേൻ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നതില്, അവരെ പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരാക്കുന്നതില്, ആമേൻ മാതാപിതാക്കൾക്കുള്ള പങ്കുണ്ട്. ആമേൻ. ഒരു ഭവനത്തിലാണ് ഒരു കുഞ്ഞിന്റെ ആത്മീക ജീവിതത്തിന് അടിസ്ഥാനം തുടങ്ങുന്നത്. ഒരു സൺഡേ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ എടുക്ക അല്ലെ ആരാധനയ്ക്ക് പോകുന്നത് ഇത്ര സമയമേ ഒരാഴ്ചയിലുള്ളൂ. എന്നാൽ ഒരു കുഞ്ഞിന്റെ ആത്മീക ജീവിതത്തിന് ഉത്സാഹം അല്ലെങ്കിൽ അതിനൊരു അടിസ്ഥാനം വേണ്ടത് ആമേൻ ഭവനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആമേൻ. റോമർ 12:11 ഇപ്രകാരം പറയുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആമേൻ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എന്തിനാണ് ഹല്ലേലൂയ ആമേൻ മടുപ്പ് ഇല്ലാതിരിക്കേണ്ടത്? ഉത്സാഹത്തിൽ ഒരു കാര്യം ചെയ്യുന്നു. ഇപ്പൊ ഈ സൂം മീറ്റിങ്ങിൽ ഇതിനകത്ത് കൂടിയിരിക്കുന്ന ഇത്രയും ഡിവൈസ് ഹല്ലേലൂയ അവർ ഉത്സാഹമുള്ളവരായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ മീറ്റിങ്ങിന് കൂടി വന്നിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പോയി കിടന്നുറങ്ങാം, വീട്ടിൽ എന്തെങ്കിലും വേലയില്ലാഞ്ഞിട്ടാണോ, ജോലി ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഹല്ലേലൂയ ആമേൻ ഈ നടക്കുന്ന മീറ്റിങ്ങിനകത്ത് എനിക്ക് ഒരു പങ്കാളിത്തം വേണം, ഞാനും അതിന് ഭാഗഭാക്കാകും, എനിക്കും ദേശം
ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഷ്ടത അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ഇതിനകത്ത് കൂടിയിരിക്കുന്ന വ്യക്തികളുടെ വിഷയങ്ങൾ പറയുമ്പോൾ എനിക്കും ഒന്ന് പ്രാർത്ഥിക്കണം. എവിടുന്ന ഈ ഉത്സാഹം? ദൈവം തന്ന ഉത്സാഹമാണ്. ആത്മാവിൽ എരിവുള്ളവരായതുകൊണ്ട് മാത്രമാണ് ആമേൻ ഈ ഉത്സാഹം ഉണ്ടാകുവാനായിട്ട് ഇടയാകുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിന്റെ ഒരു എരിവില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഈ ഉത്സാഹം ഉണ്ടാകത്തില്ല. നാം മടിയുള്ളവരായി തീരും, മടുപ്പുള്ളവരായി തീരും. പ്രിയമുള്ളവരെ, കഷ്ടമില്ലാഞ്ഞിട്ടാണോ? വേദന ഇല്ലാഞ്ഞിട്ടാണോ? ഹല്ലേലൂയ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടെ ഇരിക്കുന്ന സകല ജീവിതങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന്, ആമേൻ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉള്ളവർ തന്നെയാണ്. ഒന്നുകിൽ മക്കളെ കുറിച്ചുള്ള ഭാരം, അല്ലെങ്കിൽ ശരീരത്തിന്റെ രോഗങ്ങൾ, അല്ലെങ്കിൽ കടഭാരങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നുള്ള പ്രതികൂലം, ആമേൻ, കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, പ്രതിസന്ധികള്, ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും ഭാരമുള്ളവർ തന്നെയാണ്. എന്നാൽ ഇത് ഭാരമുള്ളത് കൊണ്ട് ഞാൻ ദൈവസന്നിധി വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ മറ്റാശ്രയമുള്ളത്? ആമേൻ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, നമ്മൾ ഹല്ലേലൂയ ഹല്ലേലൂയ അതിനകത്ത് തളർന്നു പോകത്തതേ ഉള്ളൂ. എന്നാൽ ഈ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി കർത്താവിനെ സേവിപ്പാൻ തന്നിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും നെഹമ്യാവിനെ കുറിച്ച് അറിയാം. ആമേൻ. നെഹമ്യാവ്, ഹല്ലേലൂയ, യെരൂശലേമിന്റെ മതിലിടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നെഹമ്യാവിരുന്ന് കരഞ്ഞതായിട്ട് 1-ാം അധ്യായത്തിലുണ്ട്. ഹല്ലേലൂയ. യഹൂദയിൽ നിന്ന് ആമേൻ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു വന്ന ചില സഹോദരന്മാരെ കണ്ടിട്ട് നെഹമ്യാവ് ചോദിക്കുകയാണ്, ആമേൻ, ആ സ്ഥലത്തെ, ആ സംസ്ഥാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രവാസത്തിൽ പിടിച്ചോണ്ട് പോയ ഒരു കൂട്ടം ജനത്തെ കുറിച്ച് അവർ നെഹമ്യാവ് ചോദിക്കുകയാണ്. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളൊക്കെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ ചോദിക്കുന്നത്? അല്ലെ, സഭ എങ്ങനെ ഇരിക്കുന്നു? അവിടുത്തെ ദൈവദാസനും കുടുംബവും സന്തോഷമായിട്ടിരിക്കുന്നു? അല്ലെങ്കിൽ ഒരു ദൈവമക്കളെ കണ്ടു കഴിയുമ്പോൾ, തമ്മിൽ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആത്മീക വർധനവിന് ഉതകുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ ചോദിക്കുന്നത്? ആമേ. അല്ലെങ്കിൽ ഇവിടുന്ന് പോയ ആത്മാക്കളൊക്കെ എന്തിയെ? അവൻ ആ സ്ഥലത്ത് നാട്ടിൽ ചെന്നിട്ട് എങ്ങനുണ്ട്? ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഒരു ദൈവ പൈതൽ അന്വേഷിക്കുന്ന വിഷയങ്ങളാണ്. ഹല്ലേലൂയ. ആ സംസ്ഥാനത്തെ പ്രവാസത്തിൽ പിടിച്ചുകൊണ്ട് പോയ ജനത്തെ കുറിച്ച് ഒരു അന്വേഷണം വന്ന സഹോദരന്മാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറയുകയാണ്, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുകയാണ്. ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ നെഹമ്യാവിരുന്ന് കരയുകയാണ്. ഹല്ലേലൂയ. നെഹമ്യാവ് ഹല്ലേലൂയ ദൈവസന്നിധി കരഞ്ഞു, ഞാൻ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആ ഹൃദയത്തിലുള്ള ഉത്സാഹം, ആമേൻ. ഈ മതിലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ വേണ്ടാത്ത ഹല്ലേലൂയ ആൾക്കാർ ഇതിനകത്ത് കയറി ഇത് നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആമേൻ. മതിലിടിഞ്ഞു കിടക്കുകയാണ്, യെരൂശലേമിനെ തീ വെച്ച് ചുട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടുവിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ലോക രാജ്യങ്ങൾ, ദേശങ്ങൾ, ദൈവദാസന്മാർ, ആമേൻ, നോർത്ത് ഇന്ത്യ, ആമേൻ, അവിടെ ഇവിടെയായിട്ട് അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ നടുവിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ദൈവസന്നിധാനത്തിൽ ഒന്ന് ചോദിക്കുമ്പോ, ആമേൻ, ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു ആത്മനിയോഗം തന്നിട്ടുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആമേൻ, നെഹമ്യാവ് പ്രാർത്ഥിച്ചതിന് ശേഷം അർത്തഹ്ശഷ്ഠ രാജാവിനോട് ചെന്ന് തന്റെ കാര്യം തുറന്നു പറയുകയാണ്. ആ രാജാവ് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് രാജാവ് പറയുന്ന ഉടനെ ഹല്ലേലൂയ നെഹമ്യാവ് സ്വർഗത്തിലെ ദൈവത്തോട് ആദ്യം പ്രാർത്ഥിച്ചു. ആ ചോദിച്ച ഉടനെ, അതിനു മുമ്പേ നെഹമ്യാവ് പ്രാർത്ഥിച്ചിട്ടാണ് ആ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. നമ്മളുടെ ഓരോ വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഓടിച്ചെന്ന് ഡയറക്റ്റ് ആ വ്യക്തിയുടെ അടുക്കലേക്ക് അങ്ങ് പോകുകയല്ല. ആദ്യം നമുക്ക് ദൈവസന്നിധി മുട്ടുകുത്തിയിട്ട്, കർത്താവേ, ഞാൻ ഇന്ന വ്യക്തിയുടെ അടുക്കലേക്ക് പോകുന്നു, ഞാൻ ഇന്ന അധികാരിയുടെ അടുക്കലേക്ക് പോകുന്നു, അല്ലെ എനിക്ക് ഇന്നതുപോലൊരു ആവശ്യമുണ്ട്, ഞാൻ ഇന്നിടത്തേക്ക് പോകുന്നു. ആമേൻ. അവരുടെ ഹൃദയത്തിൽ ദൈവം ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ആമേൻ പോയി
കഴിഞ്ഞാൽ അവിടെ ഒരു വിടുതൽ നടക്കും. അതുപോലെയാണ് ഇവിടെ നെഹമ്യാവ് ആദ്യം സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം രാജാവിന്റെ അടുക്കൽ ചെന്ന് ആമേൻ ഹല്ലേലൂയ ഈ മതിൽ പണി ഒക്കെ നടത്തേണ്ടതിന് ആവശ്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് അതിനെല്ലാം അനുകൂലമായിട്ട് സംസാരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഒരു സൻബല്ലത്തും തോബിയാവും ആ നല്ല പ്രവൃത്തിക്കായിട്ട് ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവരെ ഹല്ലേലൂയ അധൈര്യപ്പെടുത്തി, അവരോട് കോപിച്ചു. എങ്ങനെയെങ്കിലും ഈ പണി മുടക്കണം, ആമേൻ, ഇവരെ മുന്നോട്ട് വിടരുത്, ഇവരുടെ പണി ഇവിടം കൊണ്ട് നിർത്തിക്കണമെന്ന് പറഞ്ഞ് ശത്രു വാതുകെട്ടി വെല്ലുവിളിക്കുവാൻ ആമേൻ ചില ഹല്ലേലൂയ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ പണി നിർത്തിവെക്കുവാനല്ല, തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കുവാനല്ല, ആമേൻ, തുടങ്ങി വെച്ചത് ഇല്ലാതാക്കുവാൻ ശത്രു പലപ്പോഴും പല ശ്രമങ്ങൾ കൊണ്ടിട്ട്, കലക്കം കൊണ്ടിട്ട്, പ്രശ്നങ്ങൾ കൊണ്ടിട്ട്, ആമേൻ, ഐക്യതയില്ലാത്ത അനുഭവങ്ങൾ കൊണ്ടിട്ട്, ആമേൻ, ഇന്ന് സഭകളിൽ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ച പണിയാണോ അത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് സഹായിക്കും. എത്ര സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റെന്ന് പറഞ്ഞാലും നെഹമ്യാവേ, നിന്റെ ദൈവമാണോ ഇടപെട്ടത്? ദൈവമാണോ നിനക്ക് ഇതിനു വേണ്ടി ഒരു ഹല്ലേലൂയ ദർശനം തന്നത്? നിനക്ക് നിന്റെ ദർശനം നഷ്ടപ്പെടുത്താതെ മുൻപോട്ട് വെച്ച കാൽ ഹല്ലേലൂയ മുൻപോട്ട് വെച്ച് തന്നെ പോകുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഇരുന്ന് ആമേൻ ഹല്ലേലൂയ പണി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ പണി എന്ന് പറയുമ്പോൾ ആമേൻ ഓരോ വ്യക്തികളും ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു, എന്തെല്ലാം വിഷയങ്ങളിൽ ആവശ്യത്തോടെ ആയിരിക്കുന്നു, ആ വിഷയങ്ങളുടെ മേൽ ധൈര്യത്തോടെ മുന്നോട്ടിറങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. ഇവിടെ മതില് പണിയുമ്പോൾ ഹല്ലേലൂയ സൻബല്ലത്തും തോബിയാവും ഒക്കെ ആമേൻ ഹല്ലേലൂയ എതിരായിട്ട് നിന്നെങ്കിലും നെഹമ്യാവിനോട് ചേർന്ന് നിന്ന ഒരു കൂട്ടം ജനത്തിന് എന്തുണ്ടായെന്നറിയാമോ? ആമേൻ 4:6 പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. അപ്പൊ ജനത്തിന് ആമേൻ ഈ പണിക്ക് വേണ്ടി നെഹമ്യാവിനോട് ചേർന്ന് നിൽക്കുവാൻ ഉത്സാഹമുണ്ടായിരുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ സഭയിലെ കർത്താവിന്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസികളായിരിക്കാം, സഭയിൽ പോകുന്നവരായിരിക്കാം, ആ പാസ്റ്റർക്ക് കുടുംബത്തിന് സഭയിലെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു കൈത്താങ്ങല് ഹല്ലേലൂയ ആമേൻ അവരെ ഹല്ലേലൂയ ആമേൻ ധൈര്യമുള്ളവരായി വേല മുൻപോട്ട് കൊണ്ടുപോകുവാൻ, വേലയെ ശക്തരാക്കി തീർക്കുവാൻ നമ്മുടെ ഒരു വാക്കുകൊണ്ടോ, നമ്മുടെ ഒരു ഹല്ലേലൂയ ശരീരം കൊണ്ടോ, ധനം കൊണ്ടോ, നമ്മുടെ സമയം കൊണ്ടോ, എന്തിനു വേണ്ടിയെങ്കിലും ഒരു ദൈവദാസന്റെ ഹൃദയത്തെ തണുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഹല്ലേലൂയ പ്രതിഫലം തരാതിരിക്കുന്ന ദൈവമല്ല. ആമേൻ. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവം അത് കണക്കിടും. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്, ആമേൻ, കർത്താവിന്റെ നാമത്തെ സ്നേഹിച്ചു വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഉത്സാഹം എത്രത്തോളം ഉണ്ട്, ആരാധനയ്ക്ക് വരുന്നതിൽ എത്രത്തോളം ഉത്സാഹമുണ്ട്. ഞാൻ ഇവിടുത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ചില സമയത്ത് അങ്ങ് വേദന തോന്നിപ്പോകും. അവരുടെ ഡ്യൂട്ടി കാര്യങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ 7 മണിക്ക് കാർഡ് പഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമേൻ 7 മണിക്ക് 1 മിനിറ്റ് അപ്പുറത്തോട്ട് പോകത്തില്ല. എത്ര ഉത്സാഹത്തോടാ പോകുന്നത്. ആമേൻ. അതുപോലെ ഇവിടെ എയർപോർട്ടിൽ പോകുമ്പോൾ 3 മണിക്കൂർ നേരത്തെ ആമേൻ ബോർഡിംഗ് പാസ് കിട്ടി മേടിച്ചിരിക്കണമെന്ന് നിയമം ഉള്ളത് കൊണ്ട് 3 മണിക്കൂർ മുമ്പേ 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് റിയാദ് എയർപോർട്ടിൽ പോകും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും കടന്നു വരുന്നതിന് മാത്രം ആമേൻ ഹല്ലേലൂയ പലപ്പോഴും പലർക്കും ആമേൻ സമയമില്ല. ദൈവത്തിന്റെ സമയമാണ് കവർന്നെടുക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മളിപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മളൊരു ജോലിക്കാരെ വീട്ടിൽ ഒരു ആമേൻ 4 മണി വരെ ജോലി ചെയ്യേണ്ട, അല്ലെ രാവിലെ 8 മണി മുതൽ ജോലി ചെയ്യേണ്ട ഒരു ദിവസത്തെ കൂലി കൊടുത്ത ഒരു ജോലിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി 2 മണിക്കൂർ താമസിച്ചാ വരുന്നത് എങ്കിൽ ഹല്ലേലൂയ ആ വീട്ടുടയവന്റെ ചോദ്യം എന്തായിരിക്കാം? അല്ലെങ്കിൽ ശമ്പളം കൊടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്? ഹല്ലേലൂയ, നീ പറഞ്ഞ അത്രയും മണിക്കൂർ ഇന്ന് ജോലി ചെയ്തില്ല അല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് കണക്ക് പറയേണ്ടവരാണ്. നാം സഭായോഗത്തിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പാട്ടും കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞ് സങ്കീർത്തനത്തിന് ദൈവദാസന് എഴുന്നേൽക്കുമ്പോഴാണ് ചിലരുടെ വരവ്. പക്ഷെ ഈ രാജ്യത്ത് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഓക്കെ, ഡ്യൂട്ടിയുടെ സമയം കഴിഞ്ഞിട്ട് ഓടി വരുന്നവരുടെ കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. നമുക്ക്
സാഹചര്യവും സന്ദർഭവും ഉണ്ടായിട്ട് അല്ലെ ചില സമയത്തൊക്കെ നമുക്ക് ചില മീറ്റിങ്ങുകളുള്ളപ്പോൾ ചില മീറ്റിങ്ങുകളിൽ സംബന്ധിക്കാൻ നമ്മളെ വിളിച്ചാലും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഒരു ചർച്ച നടത്തുന്നവർക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അല്ലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഇപ്പൊ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ ഇത് ഏൽപ്പിച്ചിരിക്കുമ്പോൾ എന്നോട് ഇന്ന് വേറൊരിടത്ത് പറഞ്ഞതാ, ആന്റി കയറണേ ഇന്നതുപോലാണെന്ന്, ഇന്നതാണ്. പല സൂം മീറ്റിങ്ങുകളല്ലേ ഇപ്പോഴ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് നമ്മൾ ഉത്തരവാദിത്വവും വിശ്വസ്തതയും ഉള്ളവരായിരിക്കണം. ഹാലല് പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ ഒരു മീറ്റിംഗ് ഉള്ളപ്പോൾ ആ മീറ്റിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ആമേൻ. അല്ലല്ലേ, സഭയിലെ ഒരു മീറ്റിംഗ് ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും വേറൊരു പോകാനായിട്ട് പാടില്ല. ദൈവദാസന്റെ ഹൃദയം വേദനിക്കും, അതൊരിക്കലും നമുക്ക് നല്ലതല്ല. ഹാലേലുയ, സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹാലേലു ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി തീരുവാൻ ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. ആമേൻ. നെഹമ്യാവിനോട് കൂടെ ചേർന്ന് നിന്ന് ഈ പണിക്ക് സഹായിച്ച ഒരു കൂട്ടം ജനമുണ്ട്. അവര് കുളിക്കുമ്പോൾ പോലും ആയുധം ധരിച്ചിരുന്നു എന്നാണ് ആമേൻ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അത്രമാത്രം ഉത്സാഹത്തോടെയായിരുന്നു അവർ മതിൽ പണി ചെയ്യുവാൻ ആമേൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. ഈ നാളുകളിൽ നമ്മുടെ ഉത്സാഹം, നമുക്കൊന്ന് ഒരു പാട്ട് എടുത്തിടാൻ പറഞ്ഞാൽ സഭയിൽ പാട്ട് ആമേൻ എടുത്തിടാൻ ഉത്സാഹമുണ്ടോ? ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ഉത്സാഹമുണ്ടോ? ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധി നീതിയായിട്ട് ദൈവം കണക്കിടും പ്രിയമുള്ളവരെ. ഹാലലു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, ഉത്സാഹിയുടെ കൈ അധികാരം നടത്തും. ഹാലേലുയ, സ്തോത്രം. ആമേൻ. നമ്മളെ ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചവർ നോക്കും, ഇന്ന കാര്യം ഇവര് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ, ആമേൻ, ആ പറഞ്ഞതുപോലെ ചെയ്യുന്നുണ്ടോ, ആമേൻ. അപ്പോൾ അവരുടെ ഹൃദയത്തിന് തന്നെ ഒരു തണുപ്പാണ്. ആമേൻ, ഞാൻ ആ ദേവദാസിയെ ഏൽപ്പിച്ച കാര്യം നന്നായി ചെയ്തു. മറിയ തന്നാലാവ് ചെയ്തു. കർത്താവ് പറഞ്ഞില്ലേ, ഹല്ലേലൂയ, മറിയ തന്നാൽ ആവത് ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഇവൾ ചെയ്തൊക്കെ സുവിശേഷമുള്ള കാലത്തോളം ഞാൻ അറിയിക്കുമെന്ന്. ഇന്നും മറിയെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്താ? നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആമേൻ എന്നും അത് അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമേൻ, ഹല്ലേലൂയ, ഉത്സാഹിയുടെ കയ്യ് വിലയേറിയ സമ്പത്താകുന്നു. ഉത്സാഹികളുടെ പ്രാണനവും പുഷ്ടി ഉണ്ടാകും. ഇതൊക്കെ ദൈവത്തിന്റെ വചനം നമ്മളെ അറിയിക്കുന്നുണ്ട്. ആമേൻ. എബ്രായർ 10:25 ആമേൻ ഇങ്ങനെ പറയുന്നുണ്ട്. എബ്രായർ 10:20, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികളും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പൊ സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. ആമേ. സൽപ്രവർത്തികൾ, നാം ഉത്സാഹശാലികളായിരിക്കുമ്പോൾ തന്നെ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കട്ടെ. ആമേൻ. കഷ്ടത്തിലിരിക്കുന്ന, ഭാരത്തിലിരിക്കുന്ന, വലിയ ധനം കൊടുത്ത് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരടുക്ക ചെന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുന്നതുണ്ടല്ലോ, ആമേൻ, ഏറ്റവും വിലയേറിയതാണ്. ഹാലേലുയ. അങ്ങനെ ഹാലേലു നമുക്ക് ചെയ്യുവാൻ ഇടയാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഫലമുണ്ട്. സൽപ്രവർത്തികൾക്ക് ഉത്സാഹം വർദ്ധിക്കുന്നവരായിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ തബീത, പേടമാൻ എന്നർത്ഥമുള്ള തബീതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട് അപ്പോസ്തല പ്രവൃത്തി 9:36. ആമേൻ. ആ തബീതയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ തബീത ആമേൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു കൂട്ടം ആമേൻ സഹോദരിമാരും അയൽക്കാരും എല്ലാവരും വന്നിട്ട് അവർക്ക് തയ്പ്പിച്ചു കൊടുത്ത, അവരുടെ കുഞ്ഞുങ്ങൾക്ക് തയ്പ്പിച്ചു കൊടുത്ത ഉടുപ്പൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ആമേൻ, ആ തബീത ജീവനോട് ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആ തബീതയുടെ ആ മരിച്ചു കിടക്കുന്ന തബീതയുടെ അടുക്കൽ വന്നിട്ട് പത്രോസിനോട് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. സൽപ്രവർത്തികൾക്ക് ഉത്സാഹമുള്ളവരായിരിക്കാം. അവർ നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ടല്ലേ ആ ഹല്ലേലൂയ ചുറ്റുപാടുള്ളവർ ഓടി വന്ന് ആമേൻ ആ പത്രോസിന്റെ അടുക്കൽ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ പത്രോസ് പ്രാർത്ഥിച്ചു. ഇവരുടെ എല്ലാം കരച്ചിൽ, ഇവരുടെ സങ്കടം എല്ലാം കേട്ട് കഴിഞ്ഞ് ഹല്ലേലൂയ പത്രോസിന് മനസ്സിലായി ഇവൾ ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന സ്ത്രീ ആയിരുന്നു എന്ന്. ആമേൻ. ഹല്ലേലൂയ. പത്രോസ് പ്രാർത്ഥിച്ചു, തബീതേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മരിച്ചു കിടന്ന തബീത എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. തബീത ചെയ്ത സൽപ്രവൃത്തി അവൾ ഉത്സാഹത്തോടെ ചെയ്തത് കൊണ്ട് ആ
ദേശത്ത് നല്ല സാക്ഷ്യമുള്ളവളായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് വരെ നമ്മളെ കുറിച്ച് ദേശത്ത് പറയുന്ന സാക്ഷ്യം എന്താണ്? ആമേൻ, ഹല്ലേലൂയ. ഒരു നല്ല സാക്ഷ്യം നമ്മളെ കൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും ഒരു തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ എനിക്ക് ധനം കൊടുത്താരെ സഹായിക്കാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു ദീനത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് വേറെ ആരുമില്ല, ഒരു ഗ്ലാസ് വെള്ളം അനത്തി കൊടുക്കുവാൻ തക്കോണം അവിടെ ഒരു സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആഹാരം വെച്ചിട്ട് ഒരു അംശം കൊണ്ട് കൊടുക്കുവാൻ ഒരു സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ, ആ നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, സൽപ്രവർത്തികൾക്ക് കൂട്ടാളികളായി തീരുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് തീത്തോസിനോടും പറയുന്നുണ്ട്, സൽപ്രവർത്തികളിൽ ഉത്സാഹമുള്ളവരായിരിക്കാൻ. തീത്തോസിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സൽപ്രവർത്തികളിൽ ായിരിക്കുക. തീത്തോസ് 3:8 പറയുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരുന്നു. ഹല്ലേലൂയ. സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ തക്കോണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ആമേൻ, എബ്രായർക്ക് എഴുതിയ ലേഖനത്തെ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹമുള്ളവരായിരിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ. ഏത് സ്വസ്ഥത? ആമേ, നമ്മൾ ഈ ഭൂമിയിൽ എത്ര വർഷക്കാലം ഏത് പ്രായം വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. ആമേൻ, ഹല്ലേലൂയ. ഏത് മനുഷ്യരും ജനിച്ചു കഴിഞ്ഞാൽ ഒരു മരണമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യ രാജ്യമുണ്ട്. അവിടെ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹമുള്ളവരായി, നമ്മളുടെ ജീവിതകാലത്ത് നാം ഉത്സാഹമുള്ളവരായി തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയത്തുള്ളൂ. ആമേൻ. നമ്മുടെ ജീവിതം മരണപ്പെട്ട് കഴിഞ്ഞിട്ട്, ആമേൻ, ഒരു ഉത്സാഹശാലിയായിട്ട് ഞാൻ സഭായോഗത്തിന് കറക്റ്റ് സമയത്തിന് പോകും, ഞാൻ പാട്ടുപാടും, ഞാൻ എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും. നമ്മൾ ജീവനോടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഉത്സാഹത്തോട് ചെയ്യുവാൻ കഴിയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ആ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്. അനുസരണക്കേട് കാണിച്ചവരെ കുറിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആമേൻ. ഹവ്വായോട് പറഞ്ഞത്, അനുസരിക്കാതിരുന്നത് നിമിത്തം നിന്ന് പുറകേണ്ടി വന്നു. അനുസരണക്കേട് നിമിത്തമുള്ളതായ കാര്യങ്ങൾ ദൈവവചനത്തിൽ പല കാര്യങ്ങളുണ്ട്. യോനായോട് ഹല്ലേലൂയ നിനവേലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീശിലേക്ക് അനുസരണക്കേട് കാണിച്ചപ്പോൾ, ആമേ, കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും അവിടെ ഭാരമുണ്ടായി. ഹല്ലേലൂയ. എന്നാൽ അനുസരണക്കേടിന്റെ പല സമദൃഷ്ടാന്തം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ, നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹത്തോടെ ഈ നാളുകളിൽ ഹല്ലേലൂയ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതകാലം, നമ്മുടെ ഹല്ലേലൂയ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും നാം എത്രത്തോളം ശ്രദ്ധയോടെ കരുതലോടെ മുൻപോട്ട് പോകുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ആമേൻ. എബ്രായർ 12:14 ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഹല്ലേലൂയ. എല്ലാവരോടും സമാധാനം ആചരിച്ച്, ആമേൻ, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവരോടും സമാധാനം ആചരിപ്പാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് കയ്പോ പകയോ പിണക്കമോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാതെ വണ്ണം എല്ലാവരോടും സമാധാനം ആചരിച്ച് ക്രിസ്തുവിന്റെ സമാധാനം, ഹല്ലേലൂയ, ഉള്ളവരായി മറ്റുള്ളവർക്കും ഈ സമാധാനം പകർന്നു കൊടുക്കത്തക്കവണ്ണം ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ, ഈ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ, ആമേൻ, നമ്മുടെ ജീവിതകാലം നാം ഭയത്തോടെ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സേവ ചെയ്ത് മുൻപോട്ട് പോകുവാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവവചനത്തിന്റെ മുൻപാകെ എത്ര പേർക്ക്, ആമേൻ, തങ്ങളെ തന്നെ താഴ്ത്തി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പഠിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, ഉത്സാഹത്തോട് പഠിച്ചില്ലെങ്കിൽ, എല്ലാ മാതാക്കൾക്കും, പ്രത്യേകിച്ച് മാതാപിതാക്കൾ എന്ന് പറയുന്നതിൽ ഉപരി മാതാക്കൾ എന്നാണ് പറയാൻ, ആമേൻ, ഇടയാകുന്നത്. അമ്മമാർ
അത്രയും ഭാരം അപ്പന്മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അമ്മമാരാണ് കുഞ്ഞുങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആകെപ്പാടെ ആവലാതി, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ ആകെപ്പാടെ ആവലാതി, പിള്ളേരെക്കാട്ടിൽ ആവലാതി അമ്മമാർക്ക്, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉത്സാഹത്തോട് പഠിച്ചില്ലെങ്കിൽ, ഉത്സാഹത്തോട് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ, സ്കൂളിൽ നിന്ന് വരുന്ന ഉടനെ അവര് ഇട്ട ഡ്രസ്സ് ഊരി അവരുടെ ബായിക കൊണ്ടുവെക്കേണ്ടടുത്ത് കൊണ്ടുവച്ച് കാര്യങ്ങൾ ഉത്സാഹത്തോടെ നടത്തിയില്ലെങ്കിൽ എത്രയൊക്കെ ആയാലും മാതാപിതാക്കൾ വഴക്ക് പറയും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം കർത്താവിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്താലും നാം അത് ഉത്സാഹത്തോടെ ചെയ്യുവാനിടയാകട്ടെ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാൻ തക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അവസരം തന്ന ദൈവദാസിയോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരിക്കുന്നു. ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഈ കേട്ട വചനത്തിന് മുമ്പാകെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവദാസി അതിനകത്ത് കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് നിങ്ങൾ ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഞാനിങ്ങനെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥന വിഷയമായിട്ട് പറഞ്ഞുവല്ലോ, ഒരു വാഹനത്തെ ചെറുതായിട്ടൊന്ന് തട്ടിയത് നിമിത്തം ഉണ്ടായ കേസ് നിമിത്തം ആ കേസ് ഇന്ന് നിലവിൽ നിൽക്കുകയാണ്. അതിന് നല്ലൊരു തുക കൊടുക്കണം. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നിമിത്തം ആ തുക കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കേസ് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ട്രാവൽ ബാനിലായിരിക്കുകയാണ്. ഈ സൗദി അറേബ്യ വിട്ട് പുറത്തു പോകാനായിട്ട് പറ്റത്തില്ല. ഞങ്ങളുടെ പ്രായവും ശരീരസ്ഥിതിയും ഹലിലൊക്കെ ഇങ്ങനെ ആയിരിക്കുന്ന ഉടനെ നാട്ടിലെ ഒരു മെഡിക്കൽ ചെക്കപ്പിനോ ഒക്കെ പോയിട്ട് നാളുകളായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിഷയങ്ങളുടെ നടുവിൽ ലഭിക്കാനുള്ള ഭൗതിക നന്മകൾ തടസ്സം കൂടാതെ ലഭിക്കണോ, ഈ കേസ് ഒഴിഞ്ഞു മാറണം. ഇതിനുവേണ്ടിയൊക്കെ ദൈവമക്കൾ പ്രത്യേക പ്രാർത്ഥിക്കണമേ എന്ന് വീണ്ടും അപേക്ഷിക്കുകയാണ്. ഒരു വാക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകി തന്നതിനായിട്ട് സ്തോത്രം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിന്റെ നേതൃത്വത്തിലായിരിക്കുന്ന ദൈവദാസിയെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷയുടെ കാലഘട്ടമാണല്ലോ. അവർക്കെല്ലാം നല്ല ബുദ്ധി, ജ്ഞാനവും അറിവും എല്ലാം ദൈവം കൊടുത്ത് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശാരീരമായ ക്ഷീണത്തിലെ, ക്ലേശത്തിലെ, ഭാരത്തിലെ വിവിധ വിഷയങ്ങളുമായിട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവിടുത്തെ കരം വെച്ച് സൗഖ്യമാക്കേണ്ടവരെ സൗഖ്യമാക്കണമേ. മനസ്സിന്റെ ഭാരങ്ങളായിരിക്കുന്നവരുടെ മുറിവുകളെ കെട്ടുമാറാകണമേ. അടിയനും ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇത്രത്തോളം സമയമായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ കർത്താവെ. കേട്ട വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി വരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം നീട്ടും. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. ധാരാളം അനുഗ്രഹിക്കുമാറട്ടെ. നമ്മുടെ സോഷ്യൽ വർഗീസ് നമ്മോടൊപ്പം അതിനെ ഷെയർ ചെയ്ത് തന്റെ അനുഭവത്തിൽ നിന്ന് നമ്മോടൊപ്പം പറഞ്ഞത് കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീർന്നെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എത്രത്തോളം ക്ഷമയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിപ്പാനും കൃപ സ്തോത്രം ചെയ്യുന്നു. വാസോടെ പ്രാർത്ഥനയുടെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ഹല്ലേലൂയ ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ ഭയത്തോടെ സേവിപ്പാൻ ഇടയാക്കാനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കും. ഈ ഭൂമിയിൽ നമുക്ക് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തെല്ലാം ഈ ലോകത്തിൽ എന്തെല്ലാം ഈയിടെ ഒന്ന് നടുവെട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുതലേ നടുവിന് വേദന ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു. പക്ഷെ ഒരു കുറവില്ല. ഇന്നലെ രാവിലെ മുതൽ നല്ലൊരു വേദന, നൂരാൻ വയ്യാത്ത അവസ്ഥ. നേരത്തെ മുതലേ നടുവേദന ഉള്ളതാണ്. അപ്പം പിന്നെ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ നാളെ നാട്ടിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ആയുർവേദം ചെയ്യാനായിട്ട് പ്രത്യേകം ആ വിഷയത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവഹിത പ്രകാരം ഓരോന്ന് ഒരുക്കപ്പെടുവാൻ കിടന്നു പോകുന്ന സ്ഥാനത്ത് ദൈവഹിത പ്രകാരം ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലാനും അതിനുവേണ്ട ശുശ്രൂഷകളൊക്കെ ലഭിക്കാനും അത് പ്രയോജനപ്പെടുവാനും
പോകുന്ന സ്ഥാനത്ത് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കാൻ, പൂർണ്ണ ഒരു വിടുതലോടെ മടങ്ങി വരുവാൻ ദേവദാസിമാരുടെയും സഹോദരിമാരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം സ്തോത്രം. തീർച്ചയായിട്ടും നമ്മുടെ സർമറോയാന്റെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ സ്തോത്രം. അനേകം സാരിമ ക്ലേശോടെ കടന്നു പോകുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസവും കൊടുക്കാനും നമ്മുടെ റെൻസി ജോമനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ട വചനങ്ങളുടെ മുമ്പാകെ നമ്മളെ താഴ്ത്തി സമർപ്പിക്കുക. എത്രത്തോളം അല്ലെങ്കിൽ സ്തോത്രം നമുക്ക് ഒറ്റാഗ്രഹമായി ഈ ഭൂമിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ അല്ലെങ്കിൽ എത്ര വ്യക്തമായി അല്ലെങ്കിൽ സ്തോത്രം പറയുവാൻ ഇടയാത്തീർന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി. അല്ലേലിയ അല്ലെങ്കിൽ കൊടുത്ത താലന്തുകൾക്ക് സ്തോത്രം ചെയ്യുന്നു. ജോസഫ് വർഗീസ് ആന്റെയും കുടുംബമായ കർത്താവിന്റെ വേലയിൽ അല്ലേലിയ അതിശക്തമായി സൗദി അറേബ്യ പ്രദേശത്ത് ഉപയോഗിക്കുമ്പോൾ അല്ലേലിയ നമുക്ക് അല്ലേലിയ പല ഇടങ്ങളായിരുന്ന് നമുക്കും പ്രയോജനപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ തന്നെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്കും അല്ലേലിയ സ്തോത്രം കേട്ട വചനങ്ങളുടെ മുമ്പാകെ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. വർഷിപ്പിലൂടെ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലേലിയ സ്തോത്രം ദൈവത്തോളം നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ വാസോടും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധി വേറിട്ടിരുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുന്ന ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ ശാരീരികമായുള്ള വിഷയങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിക്ക് വേണ്ടി, ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളുടെയും പേരുകൾ പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഇടയാത്തിരുന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തൊക്കെ ഇടയാക്കിനായി നമുക്ക് ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ദൈവത്തിന്റെ സനയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർഷിപ്പിലൂടേത് നമ്മുടെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ആസോദരം മനസ്സായിട്ട് പറഞ്ഞ നമ്മുടെ സൂസൻ വർഗീസ് ആന്റെയും ദൈവനാഥത്തിൽ അല്ലെങ്കിൽ ആസോദരം ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഉത്സാഹത്തിൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഭയഭക്തിയോടെ സേവിക്കുന്നവരാ തീരുവാൻ, വചനങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പൂർണ്ണമായി അനുസരിക്കുന്നവരാ തീരുവാൻ കർത്താവെ ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരെ അടിയങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നാഥാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കേട്ട വിഷയങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രാവിലെ സെഷനിൽ നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായിരുന്നല്ലോ. ചാരിമ ക്ലേശം കൂടെ കടന്നു പോകുന്നവർ ഒരുപാട് ആന്റിമാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവ്. ഹല്ലേലൂയ നമ്മൾ സമയം കണ്ടെത്തി ദൈവത്തിന്റെ സന്നിധി നമ്മൾ എല്ലാ ദിവസവും 4 മണി തൊട്ട് 6 മണി വരെ മടുപ്പില്ലാതെ നമ്മൾ ഉത്സാഹമുള്ളവരായി ദൈവത്തിന്റെ സന്നിധി കടന്നു വന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഓരോ കുടുംബജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അത് ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹമായി തരാം. പൂർണ്ണമായ വിടുതലും ആശ്വാസവും ആ പ്രിയപ്പെട്ടവർ കൊടുക്കേണ്ടതിനാണ് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാറമറോയി ആന്റി പ്രാർത്ഥന വിഷയമായിട്ട് പറയാനിടയായി തീർന്നല്ലോ. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ദയവായി ശബ്ദവൃത്തി നമുക്ക് ഇന്നത്തെ സെഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആസ്വാദം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരാൾ ദയവായി ശബ്ദവൃത്തി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല വൈകിയ വിളക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് വൈകിയ വേളയിൽ 2ാമത്തെ സെക്ഷനിൽ അടിയങ്ങൾക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാനും കർത്താവെ അനേക വിഷയങ്ങളുടെ നടുവിൽ കർത്താവെ ദൈവത്തോട് പറ്റിയിരിക്കാൻ പലകാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയായി. കർത്താവെ 2ാമത്തെ സെക്ഷനിലും കൂടി വന്ന് കർത്താവെ മാറ്റമില്ലാത്ത നിന്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് സഹായിച്ചല്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന എല്ലാം നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ആമേൻ. വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ സഹായിച്ചതിനായി സ്തോത്രം. കുഞ്ഞുങ്ങൾ കൊടുത്തിരിക്കുന്ന നല്ല താലന്തുകൾക്കായി സ്തോത്രം കർത്താവേ. അത് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ഇനി കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മെസ്സേജ് പറയുവാനായിട്ട് പ്രിയ ദൈവദാസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഒന്നുകൂടി ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ആമേൻ കർത്താവെ, ഞങ്ങളുടേതായ എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും ആമേൻ ഞങ്ങൾ എരിവുള്ളവരായി മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മടുപ്പില്ലാതെ കർത്താവെ ആമേൻ മടുപ്പുള്ളവരായിട്ടല്ല കർത്താവെ, അലസരായിട്ടല്ല കർത്താവെ, ആമേൻ വിളിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസതയോടെ ആത്മീയ എരിവോടെ ഉത്സാഹത്തോടെ കർത്താവെ അപ്പന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെ സഹായിക്കണമേ കർത്താവെ. വചന ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. ആമേൻ. കേൾക്കുന്ന വചനങ്ങളൊക്കെ കർത്താവെ
ഞങ്ങൾ മറന്നു കളയുന്നവരായിട്ടല്ലപ്പാ. ഓരോ വചനങ്ങളും ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അത് വെച്ച് കർത്താവെ ഞങ്ങളെ തന്നെ ശോധന കഴിച്ച് ദൈവസന്നിധിയിൽ ആമേൻ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുവാൻ ആ വചനപ്രകാരം മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസി പറയപ്പെട്ട വിഷയങ്ങളെല്ലാം അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ ഹല്ലേലൂയ അറിയാതെ വന്നുപോയ ആമേൻ ആ തെറ്റിന്മേൽ കർത്താവെ ദിവസങ്ങൾ ഒരു നീക്കുപോക്ക് ദൈവം നൽകുമാറാകണമേ കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ രാജ്യം വിട്ട് പുറത്തു പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉള്ളപ്പോൾ കർത്താവെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ട്രാവൽ ബാനൊക്കെ ഈ നാളുകളിൽ മാറുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് നാട്ടിൽ കടന്നു പോകേണ്ടെന്ന് ആവശ്യങ്ങളുണ്ട് കർത്താവെ. മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തേണ്ടെന്ന് ആവശ്യങ്ങളുണ്ട്. ബന്ധുമിത്രാദികളുടെ കാര്യങ്ങൾക്ക് കടന്നു പോകേണ്ടെന്ന ആവശ്യമുണ്ട് കർത്താവെ. ആമേൻ വിവിധ നിലവാരങ്ങളിൽ കർത്താവ് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ സ്വന്തം ദേശത്തേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് കർത്താവെ. എന്നാൽ ദൈവമേ നിന്റെ കുഞ്ഞുങ്ങൾ ട്രാവൽ ബാൻ ഉള്ളത് കൊണ്ട് ആ രാജ്യം വിട്ട് കടന്നു പോകുവാൻ കർത്താവെ ആമേൻ നിയമം അനുവദിക്കുന്നില്ലല്ലോ. വേഗത്തിൽ ആ ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഭൗതിക നന്മകളൊക്കെ ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. നിന്റെ കുഞ്ഞുങ്ങളുടെ അധ്വാന ഫലം ഒന്നും ദുഷ്ടൻ കൊണ്ടുപോകാൻ ഇടയാകാതെ ആവശ്യമില്ലാതെ ചെലവിടുവാൻ ഇടയാകാതെ ആ കേസിൽ ഒരു ഒത്തുതീർപ്പ് സംഭവിക്കുവാൻ കർത്താവ് ഇടയാക്കണം. അധികാരികളോട് ദൈവം ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ദാസനായ ദാസിക്കായി സ്തോത്രം. ഇരുവരെയും കർത്താവെ ശാരീരികമായി മാനസികമായി ആത്മീയമായി എല്ലാം ദൈവം ബലപ്പെടുത്തണമേ. ഏൽപ്പിച്ചിരിക്കുന്ന സഭയ്ക്കായി സ്തോത്രം കർത്താവെ. വിശ്വാസ കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. എല്ലാത്തിന്മേലും ദൈവത്തിന്റെ കരം നീട്ടുമാറാകണം. ആ ദേശത്ത് കർത്താവെ ആമേൻ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ദേശത്ത് അനേക ആത്മാക്കളെ ഇനിയും നേടുവാൻ അനേകരെ നിത്യതയ്ക്കായി ഒരുക്കുവാൻ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെ ദേശത്ത് ഉപയോഗിച്ചു കൊള്ളണമേ. ആമേൻ നശിച്ചു പോകുന്ന ജനത്തോട് കർത്താവ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തെക്കാൾ വിലയേറിയ ആത്മാക്കളെ കുറിച്ചുള്ള എരിവും ദാഹവും കർത്താവെ അവിടുന്ന് പിന്നെയും കൊടുക്കണം. സുവിശേഷത്തെ കുറിച്ചുള്ള എരിവും ആമേൻ ഹല്ലേലൂയ ആത്മഭാരവും എല്ലാം കൊടുത്ത് എരിവോടെ നിൽക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ തുടർന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ കരം നീട്ടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാറാമറോയ്യാൻ്റെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദാസി കർത്താവെ നടുവിന്റെ പ്രയാസത്താൽ വളരെ ഭാരത്തിലും വേദനയിലുമായിരിക്കുന്നല്ലോ കർത്താവെ. വരും ദിവസങ്ങളിൽ നാട്ടിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നല്ലോ കർത്താവെ. മുന്നമേ അവിടുത്തെ കടന്നു പോകുന്നത് അവിടുത്തെ ഹിതമാണെങ്കിൽ മുന്നമേ ദൂതനെ അയക്കണ കർത്താവെ. എല്ലാ ദുർഘടങ്ങളെയും സമനിലകളാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആവശ്യമെങ്കിൽ അതിന് മുന്നമേ വേണമെന്ന എല്ലാ ക്രമീകരണങ്ങളും എന്റെ കർത്താവ് ചെയ്യണമേ. അത് നിന്റെ ദാസിക്ക് ശരീരത്തിന് പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ ഹല്ലേലൂയ കാര്യങ്ങളെ ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ട ബുദ്ധി ഉപദേശ ആലോചന എല്ലാം എന്റെ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്നത് കർത്താവെ ഹല്ലേലൂയ തിരികിതമാണെങ്കിൽ കടന്നു പോകുമ്പോൾ അപ്പന്റെ സാന്നിധ്യം മുന്നമേ കടന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകരങ്ങളിൽ ആ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ അവസ്ഥകളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും ഒരു മറുപടി കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പൽക്കാലവും വൈകിയ വേളയിൽ ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാന് കർത്താവെ ആമേൻ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. വിശേഷാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. ഒരിക്കൽ കൂടി ആ വിഷയങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരീക്ഷാ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലത്തോടെ ധൈര്യത്തോടെ കർത്താവ് നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന പരീക്ഷയ്ക്കൊക്കെ പഠിക്കേണ്ടതവണ്ണം പഠിക്കുവാന് കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കണമേ, ധൈര്യം കൊടുക്കണമേ, ബലം കൊടുക്കണമേ. അവരുടെ പോക്കിലും വരവിലെല്ലാം ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ആർക്ക് യാതൊരു ശാരീരിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ കടന്നു വരാതെ പരീക്ഷയ്ക്കൊന്നും ഒരു മുടക്കം സംഭവിക്കാതെ കടന്നുപോയി പരീക്ഷയെല്ലാം എഴുതുവാന് ആമേ നല്ല വിജയങ്ങളെ കരസ്ഥമാക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പൽക്കാലവും കർത്താവെ വൈകിയ വേളയിലോ ഒരുമിച്ച് കർത്താവെ ഡിവൈസിലായിരുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ എല്ലാ കുടുംബങ്ങളെ അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമേ. ഞങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലേരുള്ളവരായി ദൈവത്തെ സേവിക്കുവാൻ വരും നാളുകളിലും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അല്ലെങ്കിൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആമേ. ഞങ്ങൾക്ക് ദൈവം ശ്വാസം തന്ന് ജീവൻ തന്ന് ഞങ്ങളെ നിലനിർത്തിയിരിക്കുമ്പോൾ
കർത്താവേ ആമേ ഞങ്ങൾ ആത്മഭാരമുള്ളവരായി സുവിശേഷദാഹമുള്ളവരായി മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനകളായി ഏറ്റെടുക്കുവാൻ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ കർത്താവേ ആമേ കഷ്ടം അനുഭവിക്കുന്ന കർത്തദാസന്മാർക്ക് വേണ്ടി കർത്താവേ പുറവിൽ നിന്ന് കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആത്മഭാരമുള്ളവരായി കർത്താവേ എരിവോടെ നിൽക്കുവാൻ ഞങ്ങളെല്ലാവരും കർത്താവ് സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ ഇവിടെ നിങ്ങൾ കൃപ തരണമേ കർത്താവേ. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളുകളിലെ നീ ധൈര്യത്തോടെ നിൽക്കുമോ, നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ എന്ന് തിരുവചനം ഞങ്ങളോട് ചോദിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ എരിവുള്ളവരായി ഭക്തിയോടെ കർത്താവേ അവിടെ ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം വിലയേറിയതായി എണ്ണി ആത്മീയ കൂട്ടായ്മകൾക്കും ആത്മീയ ആരാധനയ്ക്കും കർത്താവ് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും കർത്താവിന്റെ സന്ദേശം മറ്റുള്ളവരോട് പറയുവാന് ഉത്സാഹത്തിൽ ഒന്നിലും ഞങ്ങൾ മടുപ്പില്ലാതെ ആത്മാവിലെരിവുള്ളവരായി എല്ലാ കാര്യത്തിലും മുൻതൂക്കം കൊടുത്ത് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവ്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപയും ബുദ്ധി ഉപദേശവും തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കും, നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളൊന്നും ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല കർത്താവേ. എന്നാൽ ലഭിക്കുന്ന സമയങ്ങളെല്ലാം വിലപ്പെട്ടതായി എണ്ണി കർത്താവേ അവങ്ങളുടെ നാമബോധത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണം. പ്രാർത്ഥനാധുരി കുടുംബങ്ങളെ എല്ലാം അതിനായി ഒരുക്കണം, എല്ലാ കുടുംബങ്ങളെ ഒരുക്കണമേ കർത്താവേ. വിവിധ വിഷയങ്ങളിൽ കൂടി കർത്താവെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നുണ്ട്, അധ്വാനിച്ചിട്ട് ഫലം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, ജോലിയിലൊരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയാകും എന്താകുമെന്ന് ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങനെ കർത്താവെ ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അനേക വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഈ പ്രാർത്ഥനാധുനി കുടുംബത്തിന് ലീഡർഷിപ്പ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായി ദാസിക്കായി കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ യോവതന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും ഭേദം വരുത്തണമേ. അവരെ രഹസ്യവും പരസ്യമായി പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന് ദൈവം മറുപടി കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. എല്ലാത്തിനും തക്ക പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ടല്ലോ കർത്താവേ. പ്രതിഫലം നിന്റെ കൂലി നിന്റെ കയ്യിലുമുണ്ടെന്ന് തിരുവചനത്തെ ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഫലം വിഭാഗിക്കുന്ന സമയം ഞങ്ങളുടെ മുൻപിലുണ്ട്, ഞങ്ങൾക്ക് കൂലി തരുന്ന സമയങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട് കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അതിനെല്ലാം പ്രതിഫലം തന്ന് ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണല്ലോ ഞങ്ങൾ സേവിക്കുന്നത് കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ ഉത്സാഹത്തിൽ പഠിപ്പില്ലാതെ ആത്മാവിലെരിവുള്ളവർ കർത്താവിനെന്തോട് സകലതും ചെയ്യുവാൻ ആമേ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന സ്ഥലയോളം സകലത്തിനും വളർച്ച പ്രാപിച്ച് മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. അങ്ങയുടെ ദാസനെയും കുടുംബമായി അതിനായി ഒരുക്കണം. വിശേഷ ജീവനായി പ്രാർത്ഥിക്കത്താവേ. കുഞ്ഞിന് പരീക്ഷയാണല്ലോ ദൈവമേ, എല്ലാ പരീക്ഷയും കർത്താവെ തുടക്കം തൊട്ടൊടുക്കം വരെയും അത് നന്നായി പഠിച്ച് നന്നായി എഴുതി നല്ലൊരു വിജയം കരസ്ഥമാക്കി അവന്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയി തീരുവാൻ തക്കോണം സ്വർഗയുടെ ആക്കണകളെ കുഞ്ഞിനായ സ്തോത്രം. കുഞ്ഞിനെ സഹായിക്കണമേ കർത്താവേ. നന്നായി പഠിക്കുവാൻ കൃപ കൊടുക്കണമേ. ദാസനെ ഏൽപ്പിച്ച വേല വിശ്വസതയോട് ചെയ്യുവാൻ വേണ്ടതായി ബുദ്ധിയും ജ്ഞാനം വിശേഷ കൃപയെല്ലാം നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദാസിക്കായി ശാരീരികമായി മാനസികമായ ആത്മീയ ഭൗതിക എല്ലാ വിഷയങ്ങളിലും ദൈവം പ്രവർത്തിക്കണം. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്ര സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച ഞങ്ങളുടെ ക്രിസ്തുയേശുവിൽ അപേക്ഷിക്കുന്ന ദയവായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായില്ലേ നമ്മൾ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിനും മേലും പ്രിയപ്പെട്ടവരുടെ മേലും അതിനെ ശുശ്രൂഷ കർത്താവിന്റെ ദാസിയുടെ മേലും കുടുംബത്തിന്റെ മേലും ഇപ്പോഴും എന്തേക്കും കർത്താവിന്റെ വരോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
എല്ലാരും അനുഗ്രഹിച്ച് മാറട്ടെ. മെസ്സേജ് പറഞ്ഞ പാട്ടുകൾ പാടി ദൈവത്തെ പാടി സ്തുതിക്കാൻ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥന സഹായിച്ച കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിലെ നമ്മെ അറിയിക്കുന്നു. നാളെ വൈകിട്ട് നമുക്ക് 4 മണിക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ആൾ. ഗോഡ് ബ്ലസ് യു ആൾ.